പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത അത് നമ്മളാരാണ് എന്ന് പഠിപ്പിക്കുകയും നമ്മുടെ സൃഷ്ടാവാരാണ് എന്ന് പഠിപ്പിക്കുകയും ഈ പ്രകൃതി പ്രപഞ്ചത്തോട് നാം എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിർവചിക്കുകയും നമ്മുടെ സമസമൂഹത്തോടുള്ള കടമയും കടപ്പാടുകളും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിയിക്കുകയും നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തിൻ്റെ അവസ്ഥയെയും മരണത്തിനപ്പുറമുള്ള ജീവിതത്തെയും കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന അടിസ്ഥാനപരമായ ചോദ്യങ്ങളുടെ ഉത്തരം നൽകിയ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനാണ് നിങ്ങളുടെ വഴികാട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹുദല്ലിന്നാസ്, മാനവകുലത്തിൻ്റെ വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആൻ. വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യങ്ങളെ ധർമാധർമ്മങ്ങളെ നിങ്ങൾക്ക് വ്യവച്ഛേദിച്ച് പഠിപ്പിച്ചു തരുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ലാ യഅ്തീഹിൽ ബാത്തിൽ, ആ ഖുർആനിൽ ഒരിക്കലും അർത്ഥശൂന്യമായതില്ല. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, അത് തീരുമാനത്തിൻ്റെ വാക്കാണ്. നിങ്ങൾക്ക് എന്ത് തീരുമാനം കിട്ടണമെങ്കിലും ആ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ അവലംബിക്കണം എന്ന് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിൽ നിന്ന് വന്നു കിട്ടിയ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോകരുടെയും പരിപാലകനിൽ നിന്ന് അവതീർണമായിട്ടുള്ള പ്രപഞ്ച സൃഷ്ടാവ് അവതരിപ്പിച്ചു നൽകിയത് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥമേ ഈ ലോകത്തുള്ളൂ. അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ആ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. അത് നിങ്ങൾക്ക് വേണ്ടി വഴികാട്ടിയാണ് എന്ന് തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ യുഖ്രിജുന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന്, തമസ്സിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആ പരിശുദ്ധ ഖുർആൻ. അങ്ങനെ മനുഷ്യർക്ക് തൻ്റെ ജീവിതത്തിൽ വെളിച്ചമറിയാൻ, അവൻ്റെ വിശ്വാസ രംഗത്ത് വെളിച്ചം കിട്ടാൻ, സാമ്പത്തിക രംഗത്ത് വെളിച്ചം കിട്ടാൻ, സാമൂഹിക ബന്ധങ്ങളിൽ വെളിച്ചം ലഭിക്കുവാൻ, അവൻ്റെ വൈയക്തിക ജീവിതത്തിൽ അവന് തെളിച്ചവും വെളിച്ചവും ഉണ്ടാവാൻ, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, കുടുംബ ജീവിതത്തിലും അയൽപ്പക്ക ബന്ധങ്ങളിലും സാംസ്കാരിക ധാർമ്മിക രംഗത്തും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ തീരുമാനവും വെളിച്ചവും കൃത്യമായ അറിവും ലഭിക്കാൻ നിങ്ങൾ പരിശുദ്ധ ഖുർആനിനെ ആശ്രയിക്കണം, അവലംബിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി വചനങ്ങളിലൂടെയാണ് നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രമാണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിനെയാണ് വിശ്വാസികൾ പ്രമാണമായി സ്വീകരിക്കേണ്ടത്. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അദ്ദേഹത്തിൻ്റെ സുന്നത്തുകളും ഹദീസുകളും ഇസ്ലാമിൻ്റെ പ്രമാണമാണ് എന്ന് ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതീർണമായതിനെ വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ് പ്രവാചകരെ താങ്കളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ്, അതിൻ്റെ വ്യക്തതയാണ്, അതിൻ്റെ സ്പഷ്ടീകരണമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വഇൻ തനാസഅതും ഫീ ഷൈ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഫർദുഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും നിങ്ങൾ ആ വിഷയത്തിൻ്റെ തീരുമാനത്തെ മടക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. യുഅല്ലിമുഹുമുല്ലാഹുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹു അവർക്ക് അൽ കിതാബിനെയും അൽ ഹിക്മത്തിനെയും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നതാണ്. ഏതാണ് അൽ കിതാബ്? അത് പരിശുദ്ധ ഖുർആനാണ്. ഏതാണ് അൽ ഹിക്മ? അത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബയാനാണ്, പ്രവാചക തിരുമേനിയുടെ ഹദീസുകളാണ്. ഇത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ സവിസ്തരം പ്രതിപാദിക്കുന്നു, പ്രവാചകന്റെ തിരുമൊഴികളെ ചേർത്ത് വെച്ചുകൊണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആൻ, എനിക്ക് ഖുർആൻ ലഭിച്ചിട്ടുണ്ട്, വമിസ്ലഹു മഅഹു, അതേപോലെ മറ്റൊന്നും എന്നതാണ്. അതുകൊണ്ട് തന്നെ അതേപോലെ മറ്റൊന്ന് എന്ന് പറഞ്ഞത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വന്നു കിട്ടിയ ഹദീസുകളാണ്. എന്താണ് നമ്മുടെ പ്രമാണമെന്നും നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ എന്തിനെയാണ് നമ്മൾ തീരുമാനത്തിന് വേണ്ടി സമീപിക്കേണ്ടത് എന്നും ഖുർആനിലൂടെയും ഹദീസിലൂടെയും വന്നു കിട്ടിയ അധ്യാപനങ്ങളെയാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി രണ്ട് കാര്യങ്ങളെ വിട്ടേച്ചു പോവുകയാണ്. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് കിതാബ് അല്ലാഹ് വ സുന്നത്ത് റസൂലിഹി,
ഒന്ന് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണ്, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്. ലൻ തളില്ലു, നിങ്ങൾ ഒരിക്കലും വഴികേടിലേക്ക് പോവുകയില്ല. മാ തമസ്സക്തും ബിഹിമ, ആ രണ്ട് കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് ഖുർആനിനെയും ഹദീസിനെയും മുറുകെ പിടിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹ്വാനം ചെയ്യുകയാണ്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ, ഞാനിതാ നിങ്ങളെ ഒരു വെളുത്ത പ്രതലത്തിൽ വിട്ടേച്ചു പോവുകയാണ്. അത് പ്രമാണത്തിൻ്റെ പ്രതലമാണ്, അത് എവിഡൻസിൻ്റെ പ്രതലമാണ്, അത് പ്രൂഫിൻ്റെ പ്രതലമാണ്, അത് വ്യക്തതയുടെ പ്രതലമാണ്. ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലിക്, അത് പകല് പോലെ തെളിഞ്ഞതും പ്രകാശപൂരിതമാണ്. അവിടെ പുകമറകളില്ല, അവിടെ അസ്വസ്ഥതകളോ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള അവ്യക്തതകളോ ഇല്ല. മറിച്ച് ലൈലുഹ കനഹാരിഹ, അതിൻ്റെ ഇരുട്ട് പോലും പകലിനെ പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് വെളുത്ത രണ്ട് പ്രതലത്തിലാണ്. അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനിയുടെ ഹദീസുമാണ്. ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലിക്, സ്വയം നശിച്ചവനല്ലാതെ, നാശത്തെ തിരഞ്ഞെടുത്തവനല്ലാതെ ആ പ്രമാണത്തിൽ നിന്ന് കാലിടറി പോവുകയില്ല എന്നുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുബന്ധം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖമായി ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്, നമ്മളൊക്കെ മനുഷ്യരാണ്. പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ, ബഹുപ്രസ്ഥാന സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളെയും സമ്പ്രദായങ്ങളെയും കണ്ടും കേട്ടും തൊട്ടും തലോടിയും ഇടപഴകിയും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പലതും കടത്തിക്കൂടുവാനും കടന്നുകൂടുവാനും വെട്ടിത്തിരുത്തുവാനും അതിൽ പുകമറകൾ സൃഷ്ടിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഫിതനൻ കഖിതഇൽ ലൈലിൽ മുളിം, രാവിൻ്റെ ഇരുളിൻ്റെ കഷ്ണങ്ങൾ പെയ്തിറങ്ങുന്നത് പോലെ പുകമറകളും അന്ധവിശ്വാസങ്ങളും അങ്കലാപ്പുകളും നിങ്ങൾക്കിടയിൽ പെയ്തിറങ്ങുന്നതാണ്. യുസ്ബിഹുർ റജുലു മുസ്ലിമ, നേരം വെളുത്തപ്പോൾ മുസ്ലിമായിരുന്ന ഒരു മനുഷ്യൻ, വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോഴേക്ക്, മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്ക് അയാൾ ഒരു അവിശ്വാസിയായി തീരുന്ന പരീക്ഷണം. വയുംസി മുസ്ലിമ, സായാഹ്ന വേളയിൽ മുസ്ലിമായിരുന്ന ഒരു മനുഷ്യൻ ഒന്ന് ഇരുട്ട് വെളിച്ചം വന്നപ്പോഴേക്ക് യുസ്ബിഹു കാഫിറ, അയാൾ അവിശ്വാസിയായി മാറുന്ന ദുരവസ്ഥകളിലേക്ക് ഈ സമുദായം പരീക്ഷിക്കപ്പെടുകയും രാവിൻ്റെ ഇരുളിൻ്റെ കഷ്ണങ്ങൾ അവർക്കിടയിൽ പെയ്തിറങ്ങി നിലപാടറിയാതെ ഉഴറുന്ന ജീവിത പരീക്ഷണങ്ങൾ അവർക്ക് വന്നെത്തുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ സമുദായത്തെ തന്നെ അതിൻ്റെ ഛിദ്രതയുടെ എത്രത്തോളം വലിയ വർധനവാണ്. ഇതര വിഭാഗക്കാരെ അപേക്ഷിച്ച് ജൂത സമുദായം 71 വിഭാഗങ്ങളായി ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തീയ വിഭാഗം 72ആയി ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സമുദായം അവരിൽ എണ്ണം കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത്. 73 കഷ്ണങ്ങളായി എൻ്റെ സമുദായം ആശയം കൊണ്ട്, ആദർശം കൊണ്ട് ഭിന്നിപ്പിലേക്കും ഛിദ്രതയിലേക്കും അവർ എടുത്തെറിയപ്പെടും എന്നുള്ളതാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ്. പ്രവാചകനാകണമെങ്കിൽ പ്രവചനം പുലർന്നേ പറ്റൂ. അഷ്റഫുൽ ഖൽഖിൻ്റെ പ്രവചനങ്ങൾ പുലരാതിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ പ്രവചനം പുലരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇതെല്ലാം തിന്മയാണ്, ഇതെല്ലാം നശിച്ചതാണ്, ഞാനിനി ഒന്നിലേക്കും ഇല്ല എന്ന നിലപാടുകാരല്ല ഒരു വിശ്വാസി അവരുടെ ജീവിതത്തിലാവേണ്ടത്. മറിച്ച് ഭിന്നിപ്പുണ്ടാകുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. ദഅഉതു റബ്ബി സലാസ, എൻ്റെ നാഥനിലേക്ക് 3 കാര്യങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ കൈക്കുമ്പിൽ നീട്ടി. പക്ഷേ 2 എനിക്ക് തന്നു. വമനഅനി വാഹിദ്, 1 എനിക്ക് തടഞ്ഞു. അല്ലാ യകൂന ബഅസഹും ബൈനഹും, എൻ്റെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകരുതേ എന്നാണ് ഞാൻ എൻ്റെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. പക്ഷേ വമനഅനി ദാലിക, നിന്റെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകും, അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരവസ്ഥയാണ്, അത് അള്ളാഹു എനിക്ക് തടഞ്ഞു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാവുക, സതഫ്തരിഖു ഉമ്മത്തി, എൻ്റെ സമുദായം ഭിന്നിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ പ്രവചനം പുലരുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അഷ്റഫുൽ ഖൽഖ് പ്രവാചകനല്ല. അപ്പം അത്തരം ഭിന്നിപ്പുണ്ടാകുമ്പോൾ നാം എന്തു ചെയ്യണം? അവിടെയാണ് ഭിന്നിപ്പുകളുടെ സാഹചര്യത്തെ സൂറത്തു അൻകബൂത്തിന്റെ 2-3 വചനങ്ങളിലൂടെ അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഇതാ അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന,
ആമന്ന എന്ന് പ്രഖ്യാപിച്ചവരെ, ഞങ്ങളുടെ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവരെ അള്ളാഹു വെറുതെ വിടും എന്നവർ വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, അവർ ഒരു ഫിത്നകൾക്കും സാക്ഷികളാവാതെ അവരെ വെറുതെ വിടുമെന്നവർ വിചാരിക്കുന്നുവോ? എങ്കിൽ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, പൂർവകാല സമൂഹത്തിലും ഇത്തരം ഫിത്നകളും ഭിന്നിപ്പുകളും ഉണ്ടായിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖു, അത്തരം ഭിന്നിപ്പുകളും വിഭാഗീയതകളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനറിയേണ്ടത് ആരാണ് സത്യം പറയുന്നവർ, വലയഅലമന്നൽ കാദിബീൻ, ആരാണ് നുണ പറയുന്നവർ. ഈ രണ്ട് പരീക്ഷണങ്ങൾക്കും നിങ്ങൾക്കുമേൽ ഫിത്നകൾ വന്നു ഭവിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ സത്യം പറയുന്ന ഒരു കക്ഷിയെയും അസത്യത്തിൻ്റെയും പുകമറകൾ സൃഷ്ടിക്കുന്ന മറുകക്ഷിയെയും നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ ഒരു വിശ്വാസി എന്ത് നിലപാടെടുക്കണം? ലാ ഇലാഹ ഹൗലായി വലാ ഇലാഹ ഹൗലായി, ഞാൻ അവരുടെ കൂടെയുമില്ല ഇവരുടെ കൂടെയുമില്ല, മുദബ്ദബീന ബൈന ദാലിക്, അതിനിടയിൽ ആടിക്കളിച്ച് ചില സന്ദർഭത്തിൽ അങ്ങോട്ട് കാലിട്ട് മറ്റു ചില സന്ദർഭത്തിൽ നിങ്ങളുടെ കൂടെയുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി സർവമത സത്യവാദക്കാരനായി നിലപാട് സ്വീകരിക്കുക എന്നതല്ല ഒരു വിശ്വാസിയുടെ നിലപാട്. മറിച്ച് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. വകൂനൂ മഅസ്വാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ ഉണ്ടാവുകയും ചെയ്യണമെന്നതാണ്. സത്യം പറയുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ് ഭിന്നിപ്പിലും ഛിദ്രതയിലും ഒരു വിശ്വാസി നിലപാടായി സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പിളർപ്പുകളിലൂടെയും ഭിന്നിപ്പുകളിലൂടെയും അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയും പരീക്ഷിക്കപ്പെടുമ്പോൾ എപ്പോഴും കാതുകൊടുത്ത് കേൾക്കാനും സത്യത്തെ അന്വേഷിക്കുവാനും ആ സത്യത്തിൻ്റെ കക്ഷികളുടെ കൂട്ടത്തിൽ ഞാനുണ്ട് എന്ന് ഓർമ്മപ്പെടുവാനും അത് സ്വയം തിരിച്ചറിയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും രൂപപ്പെടുമ്പോൾ ഒരു വിശ്വാസി എന്ത് നിലപാടെടുക്കണം? ആരാണ് സത്യത്തിൻ്റെ കക്ഷികൾ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരു സംഘം, അവർ ഒറ്റപ്പെട്ടവരല്ല, അതൊരു കൂട്ടായ്മയാണ്. ഒരു സംഘം, അവർ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, അവർ സത്യത്തിൽ ഉയർന്നു നിൽക്കുന്നവരാണ്, ആ സത്യത്തെ വിളിച്ചു പറയുന്നവരാണ്, ആ സത്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, ആ സത്യത്തെ നിലനിർത്തുവാൻ വേണ്ടി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ലാഹിരീന എന്നാണ്. അതിനെ വിളിച്ചു പറയുന്ന, വെളിപ്പെടുത്തുന്ന ഒരു സംഘമാണ്. അങ്ങനത്തെ ഒരു സംഘം ലോകാവസാനം വരെ ഉണ്ടായിരിക്കുമെന്നാണ് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാ തസാലു, ആയിക്കൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു പ്രബോധക സംഘം, ആ സംഘം എപ്പോഴും സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ആ ധർമ്മം നിർവഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതൊരു പ്രബോധക സംഘമായിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫിർഖത്തുൻ നാജിയ, അവർ വിജയിക്കുന്ന രക്ഷപ്പെടുന്ന സംഘമാണ്, കക്ഷികളാണ് എന്നതാണ്, കക്ഷിയാണ് എന്നതാണ്. ത്വായിഫത്തും മൻസൂറ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ലഭിക്കുന്ന ഒരു സംഘമാണ് എന്നതാണ്. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന രക്ഷപ്പെടുന്ന ആ വിഭാഗം ആരാണ്? മഹാനായ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മഹുല്ല പറഞ്ഞത്, ഹും ഇൻദി അഹ്ലുൽ ഹദീസ്, അവർ ഹദീസുകളുടെ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നതാണ്. ഇമാം ബുഖാരി, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥമാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി റഹ്മഹുല്ല പറഞ്ഞത് ഹും അഹ്ലുൽ ഹദീസ് എന്നാണ്. ഹദീസുകളുടെ വിഷയത്തിൽ നിലപാട് കൃത്യമായവർ എന്നതാണ് ഫിർഖത്തുൻ നാജിയയുടെ. കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തതയുള്ളതാണ്, അതിൻ്റെ വ്യക്തത കൃത്യമാണ്. എന്നാൽ ഹദീസുകളുടെ വിഷയത്തിൽ ആളുകൾക്കിടയിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിലപാടുകൾ വരും. അവിടെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ യാതൊരു സങ്കോചവുമില്ലാതെ അംഗീകരിക്കുന്ന മാനസികാവസ്ഥ ഉള്ളവരാണ് ഈ പറയുന്ന ഫിർഖത്തുൻ നാജിയ, വിജയിക്കുന്ന കക്ഷികളും ത്വായിഫത്തും മൻസൂറ എന്ന് പറയപ്പെട്ട ആ വിജയിക്കുന്ന സംഘം എന്ന് പണ്ഡിതന്മാർ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിനെ മുൻനിർത്തി നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, ഇനി ഇതാ നിങ്ങൾക്കൊരു കാലം വരും, ആ കാലം നിങ്ങൾക്ക് വന്നെത്തിയാൽ വസയറ ഇഖ്തിലാഫൻ കസീറ, വ്യത്യസ്തതകൾ കാണാം. ഒരേ ഖുർആൻ സ്വീകരിക്കുന്ന,
ഒരേ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരേ പ്രവാചകന്റെ അനുയായികൾക്കിടയിൽ ധാരാളക്കണക്കിന് വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും അടിസ്ഥാന വിഷയങ്ങളിൽ വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും അല്ലു അലൈഹ ബിൻ നവാജിദ്, നിങ്ങളുടെ പല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബലിഷ്ഠമായ പല്ലായ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു വിടാതെ നിങ്ങൾ ആ പ്രമാണത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തത നൽകുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമാണ്. മക്ബറകൾ കെട്ടിപ്പൊക്കാൻ പറ്റുമോ? അവിടെ പോയി സുജൂദ് ചെയ്യാൻ പറ്റുമോ? കബറാളിയോട് തേടാൻ പറ്റുമോ? ഉറുക്കും ഏലസും ഐക്കല്ലും മന്ത്രചരടുകളും തൻ്റെ കൈകളിലും തൻ്റെ അരയിലും തൻ്റെ കൈത്തണ്ടയിലും കെട്ടാൻ സാധിക്കുമോ? അത് പാടുള്ളതാണോ പാടില്ലാത്തതാണോ? അങ്ങനെ നൂറുകണക്കിന് അല്ലാഹു അല്ലാത്ത അമ്പിയ ഔലിയാക്കളോട് സഹായം തേടാൻ സാധിക്കുമോ? പാടുള്ളതാണോ പാടില്ലാത്തതാണോ? ഇങ്ങനെ പറയുന്ന മുസ്ലിം സമുദായത്തിനിടയിൽ വ്യത്യസ്തങ്ങളായ ഖബർ ശിക്ഷയുണ്ടോ? മീസാനുണ്ടോ? നാളെ പരലോകത്ത് വെച്ച് മീസാൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടോ? അതിനപ്പുറത്ത് സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലം മുറിച്ചു കടക്കാനുണ്ടോ? ഈ വിഷയത്തിൽ എന്താണ് വ്യക്തത എന്നറിയുന്നില്ല. സ്വഫ് നിൽക്കുന്ന സമയത്ത് ചേർന്ന് നിൽക്കണോ? അതല്ല കാലുകളോട് മുട്ടിച്ചു നിൽക്കണോ? ഞാൻ എന്തു ചെയ്യണം? സംസം വെള്ളത്തിന് അള്ളാഹു നിശ്ചയിച്ച ബറക്കത്തുണ്ടോ ഇല്ലേ? പൈശാചികമായി ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളിൽ പരിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞു? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എന്തു വന്നു? ഞാൻ എന്തു നിലപാട് സ്വീകരിക്കണം? ആയിരക്കണക്കിന് നൂറുകണക്കിന് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കഴിയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അലൈക്കും ബി സുന്നത്തി, പ്രവാചകൻ എന്തു പറഞ്ഞു എന്ന് നിങ്ങൾ നോക്കണം. അല്ലു അലൈഹ ബിൻ നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുകയും ചെയ്യണം. ഒരു വിശ്വാസിക്ക് നിലപാടിൽ അവ്യക്തതയോടുകൂടിയല്ല നമ്മുടെ നേതാവ് നമ്മളെ വിട്ടേച്ചു പോയത്. ഏതൊരു കാര്യത്തിലും നമുക്ക് തീരുമാനമുണ്ട്. ഈ ആകാശത്തിൻ്റെ ചുവട്ടിൽ ദീനീപരമായ ഏതൊരു വിഷയത്തിലും തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് ആ വിഷയം ഉത്ബോധിപ്പിച്ചതും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ ഒരു നിലക്കും അൻ യകൂന ലഹുമുൽ ഖിയറ, അവർക്കൊരു ചോയ്സ് ഇല്ല എന്നാണ്. ഏത് വിഷയത്തിൽ ചോയ്സ് ഇല്ല? അംറ, മതപരമായ കാര്യത്തിൽ അവർക്ക് ചോയ്സ് ഇല്ല. എന്തേ കാരണം? ഇതാ ഖലല്ലാഹു വറസൂലുഹു അംറ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ദീനിയായ വിഷയത്തിൽ, അംർ എന്ന് പറഞ്ഞാൽ അമ്രുദ്ദീനാണ്. ആ അമ്രുദ്ദീനിൽ ഒരു കാര്യം അള്ളാഹുവും റസൂലും തീർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോയ്സ് അവർക്ക് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ വയുസല്ലിമു തസ്ലിമ, പൂർണ്ണമായും അതിന് വഴിപ്പെടുകയും അതിനെ അംഗീകരിക്കുകയും അതിനെ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കണമെന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് പ്രമാണം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ നിലപാട് ഇവിടെ നാം പഠിപ്പിക്കപ്പെടുകയാണ്. ഖുർആൻ തന്നെ അതിന് നമ്മെ അനുശാസിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വത്തബിഉ മാ യൂഹാ ഇലൈക്, നിനക്ക് വഹയായി ലഭിച്ചിട്ടില്ലേ ഒന്ന്, അത് നീ ഫോളോ ചെയ്യണമെന്നതാണ്. ഏതൊരു വിഷയത്തിലും എന്തിനെ ഫോളോ ചെയ്യണം? വഹയിനെ ഫോളോ ചെയ്യണം. അതോടൊപ്പം തന്നെ വലാ തത്തബിഉ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, വിവരദോഷികളുടെ തന്നിഷ്ടങ്ങൾക്കും അവരുടെ വിടുവായുത്തങ്ങളെയും നീ ഒരിക്കലും ഫോളോ ചെയ്യുന്നവനായി മാറാൻ പാടില്ല. അറിവില്ലാത്ത, ലാ യഅലമൂൻ, ഇൽമ് നേടാത്തവർ, ആ കാര്യത്തിൽ കൃത്യമായ ഇൽമില്ലാത്തവർ, പ്രമാണം ഉദ്ധരിക്കാത്തവർ, വ്യക്തത തരാത്തവർ, അത്തരം ആളുകളുടെ എന്തെങ്കിലും ജൽപ്പനങ്ങളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ലാത്തതാണ് എന്നും പരിശുദ്ധ ഖുർആൻ പറയാൻ. വലാ തത്തബിഉ അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ്, ഒരു ഭാഗത്ത് നിനക്ക് സത്യം വന്നു കിട്ടിയിട്ടുണ്ട്, എന്നിട്ടും നീ പിന്നീട് മറ്റുള്ള ആളുകളുടെ താല്പര്യങ്ങളെയും അവരുടെ വിടുവായുത്തങ്ങളെയും അവരുടെ ജൽപ്പനങ്ങളെയും നീ ഫോളോ ചെയ്ത് പോകുന്നവനായി മാറരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. വലാ തകൂനു കല്ലദീന തഫറഖു, ഭിന്നിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല. വഖ്തലഫു, അഭിപ്രായ വ്യത്യാസത്തിന്റെ പിന്നാലെ പോയവരുടെയും കൂടെ നിങ്ങൾ ഉൾപ്പെടരുത്. മിൻ ബഅദി മാ ജാഅകുമുൽ ബയ്യിനാത്ത്, കാരണം വ്യക്തമായ പ്രമാണം നിങ്ങൾക്ക് വന്നു കിട്ടിയതിന് ശേഷം അങ്ങനെ എങ്ങാനും നിങ്ങൾ പോയാൽ ഉലൈക ലഹും അദാബുൻ അലീം, വമ്പിച്ച ശിക്ഷയാണ് അത്തരം ആളുകൾക്ക് കാത്തിരിക്കുന്നത് എന്നാണ്. അപ്പം അതുകൊണ്ട് തമാശ കളിയല്ല.
പ്രമാണത്തെ വലിച്ചെറിയുക, പ്രമാണത്തെ നിരസിക്കുക, പ്രമാണത്തെ കണ്ടിട്ടും ബോധ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതിരിക്കുക എന്നത് പാടില്ലാത്തതാണ്. ഇപ്പൊ ഇവിടെ അള്ളാഹു ആവശ്യപ്പെട്ട എന്താ? വലാ തകൂനു കല്ലദീന തഫറഖു, ഭിന്നിച്ചവരെ പോലെ നിങ്ങളും ആവരുത് എന്നാണ്. എന്താണ് ഭിന്നിപ്പ് എന്ന് പഠിക്കണം, എന്താണ് ഐക്യം എന്ന് പഠിക്കണം, എന്താണ് യോജിപ്പ് എന്ന് പഠിക്കണം. ഇത് ചില മര്യാദരാമന്മാരുണ്ട് സമൂഹത്തിൽ. സംഘപരിവാരങ്ങൾ അക്രമം അഴിച്ചുവിടുന്നു, സമുദായ മക്കളെ ഒന്നിക്കൂ എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യും. പദചമൽക്കാരങ്ങൾ മനോഹരമാണ്. യൂഹൂന ഇലൈഹിം സുഖ്റുഫൽ ഖൗലി ഖുറൂറ, വഞ്ചനയുടെ ചില മനോഹര വാക്കുകൾ പിശാച് നിങ്ങൾക്ക് മനസ്സുകളിൽ ഇട്ടുതരും. പക്ഷേ അതിൻ്റെ പിന്നാലെയല്ല നിങ്ങൾ പോവേണ്ടത്. ഭംഗി വാക്കുകൾക്ക് പിന്നാലെയും ഭംഗി ശബ്ദങ്ങൾക്ക് പിന്നാലെയുമല്ല, നിലപാടുകൾക്ക് പിന്നാലെയാണ്. അതേതൊരു വിഷയത്തിലും. ഇവിടെ അള്ളാഹു ആവശ്യപ്പെട്ടത് വലാ തകൂനു കല്ലദീന തഫറഖു, ഭിന്നിച്ചവരിൽ നിങ്ങൾ ഉൾപ്പെടരുത് എന്നതാണ്. എന്താണ് ഭിന്നിപ്പ്? വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹു നിങ്ങൾക്കൊരു കയറിട്ട് തന്നിട്ടുണ്ട്, ആ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖു, ആ കയറിൽ നിന്ന് നിങ്ങൾ ഭിന്നിക്കരുത് എന്നതാണ്. ഏതാണ് അള്ളാഹു ഇട്ടു തന്ന കയറ്? അതിൻ്റെ തഫ്സീറിൽ കാണാം. ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, രണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഈ കയറുകൾ അള്ളാഹു 7 വാനങ്ങൾക്ക് മുകളിൽ നിന്ന് മനുഷ്യർക്ക് വഴികാട്ടിയായി ഇട്ടു തന്ന കയറാണ്. ആ കയറിൽ നിന്നാണ് വേറിട്ട് പോകരുതെന്ന് പറഞ്ഞത്. അങ്ങനെ വേറിട്ട് പോകുമ്പോൾ പുറമേ നിന്ന് നോക്കിക്കാണുന്ന ഒരുത്തൻ ദാ ഇവിടെ നോക്കുമ്പോൾ 2 ടീമിനെയാണ് കാണുന്നത്. ഒരു ടീം അവിടെ ഉണ്ട്, ഒരു ടീം ഇവിടെ ഉണ്ട്. നിങ്ങൾ ഭിന്നിക്കുകയാണ്, നിങ്ങൾ 2 കൂട്ടരും ശരിയല്ല. അതല്ല ശരി. അള്ളാഹുവിൻ്റെ പ്രമാണത്തിൽ മുറുകെ പിടിച്ചവരെങ്ങനെ ഭിന്നിപ്പിൻ്റെ കക്ഷികളാവുക? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഹദീസുകളെ മുറുകെ പിടിച്ചവരെങ്ങനെയാണ് ഭിന്നിപ്പിൻ്റെ കക്ഷികളാവുക? അവരാണ് നിലപാടുകാർ. ഈ അള്ളാഹു ഇട്ടു തന്ന കയറിൽ നിന്ന് നിങ്ങൾ വേറിട്ട് പോകരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അതാണ് ഭിന്നിപ്പ്. പ്രമാണത്തിൽ നിന്ന് തെറിച്ചു പോവുക എന്നതാണ് ഭിന്നിപ്പ്. അതുകൊണ്ട് തന്നെ പ്രമാണത്തിലുണ്ട് എന്നും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നത് പ്രകാരമാണ് എൻ്റെ നമസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ ഇബാദത്ത്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആരാധന, എൻ്റെ അനുഷ്ഠാനങ്ങളും എൻ്റെ ആഘോഷങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും മതപരമായി പഠിപ്പിക്കപ്പെട്ടതെല്ലാം പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണമെന്നതാണ്. അതുകൊണ്ടാണ് സൊല്ലു കമാ റഅയ്തുമുനി ഉസല്ലി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടുവോ? എവിടുന്ന് കാണണം? നമ്മൾ ഖുർആനിൽ നിന്ന് കാണണം, പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് കാണണം, പ്രവാചകന്റെ വാക്കുകളിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും അത് കാണണം. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറയുന്ന പരലോകത്ത് വെച്ച് കർമ്മങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന ആ നമസ്കാരം ആര് നിർവഹിച്ചതുപോലെ നിർവഹിക്കണമെന്ന വിഷയത്തിൽ ഹനഫി ഇമാമിൻ്റെ കിതാബ് പ്രകാരം, ഹംബലി ഇമാമിൻ്റെ കിതാബ് പ്രകാരം, മാലിക്കി ഇമാമിൻ്റെ കിതാബ് പ്രകാരം, ഷാഫിഈ ഇമാമിൻ്റെ കിതാബ് പ്രകാരം എന്നല്ലല്ലോ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പോലും പറഞ്ഞത്. ഇതാ സുഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ നിങ്ങൾ കണ്ടാൽ എൻ്റെ മദ്ഹബ് അതാണ്, ഞാൻ എഴുതി വെച്ചതല്ല എന്ന് പറഞ്ഞ് ആ സൂക്ഷ്മതയുടെ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകളെ മാത്രം അതിനെ സ്വീകരിച്ചുകൊണ്ട് തഖ്ലീദ് ചെയ്ത് അനുകരണം നടത്തി നമസ്കാരത്തെ അപൂർണമായി നിർവഹിക്കുക എന്ന രീതിയല്ല നമസ്കാരമെന്ന ശ്രേഷ്ഠമായ ആരാധന നാഥന് മുന്നിൽ സമർപ്പിക്കുമ്പോൾ പോലും നമ്മൾ പാലിക്കേണ്ടത്. എന്നിട്ട് എത്ര പേർക്ക് എഴുത്തിദാല് കിട്ടാറുണ്ട്? എത്ര പേർക്ക് സുജൂദുകളുടെ ഇടയിലുള്ള ഇരുത്തം കിട്ടാറുണ്ട്? ഏതെങ്കിലും ഒരു മദ്ഹബിനെ ആശ്രയിച്ചാൽ പല കർമ്മങ്ങളും, ഇപ്പോൾ നമുക്ക് ഈ നമസ്കാരത്തിൻ്റെ ഇടയിൽ ഒരു സുജൂദുകൾക്കിടയിലുള്ള ഒരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി വർഹംനി എന്ന് പറഞ്ഞൊരു ദുആ ഉണ്ട്. ആ റബ്ബി ഗഫിർലി എന്ന വാക്കുണ്ടല്ലോ, അത് നമസ്കാരത്തിലെ വാജിബാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. നമസ്കാരത്തിലെ ഒരു വാജിബാത്ത് നഷ്ടപ്പെട്ടാൽ റബ്ബനാ വലക്കൽ ഹംദ്, എഴുത്തിദാലിനിടയിലുള്ള റബ്ബനാ വലക്കൽ ഹംദ് നമസ്കാരത്തിലെ വാജിബാത്തുകളിൽ പെട്ടതാണ്. വാജിബാത്തുകൾ നഷ്ടപ്പെടുന്ന രീതിയിൽ ചെന്ന ഉടനെ തന്നെ അങ്ങോട്ട് റുക്കുയിൽ നിന്ന് വീണ്ടും സുജൂദിലേക്ക് പോയാൽ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു മദ്ഹബിനെ മാത്രമേ ഞാൻ ഫോളോ ചെയ്യുകയുള്ളൂ എന്ന നിലപാടല്ല നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പോലും മദ്ഹബിൻ്റെ ഇമാമുമാരടക്കം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ നടത്തുന്ന ഓരോ അംഗചലനങ്ങളും, ഞാൻ ഉരുവിടുന്ന ഓരോ അനക്കങ്ങളും അത് പ്രാമാണികമാണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നിർവഹിക്കുവാൻ പരിശ്രമിക്കുകയും അത്തരം ആരാധനാ കർമ്മങ്ങളുടെ ആളുകളായി മാറുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതില്ലാതെ വരുമ്പോഴാണ് നമുക്കിടയിൽ ഈ പറയുന്ന അനുഷ്ഠാനങ്ങളിൽ പോലും, വിശ്വാസങ്ങൾക്കപ്പുറത്ത് അനുഷ്ഠാനങ്ങളിൽ പോലും ഈ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇവിടെ എന്താണ് ഭിന്നിപ്പിൻ്റെ കാരണം?
പ്രമാണത്തെ സ്വീകരിക്കാത്തതാണ്. ഏതൊരു വിഷയത്തിലും നിങ്ങൾ പ്രമാണത്തെ അവലംബിക്കണം എന്നാണ്. ഇപ്പോൾ നമുക്കറിയാലോ, നബിദിനാഘോഷം പറ്റുമോ പറ്റില്ലേ, ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ഒരു സമൂഹം ഇവിടെ വർണ്ണാഭമായി അത് ആഘോഷിക്കുകയും അത് ആ മാസം മുഴുവൻ ചില മൗലൂദ് പാരായണങ്ങൾ നടത്തുകയും ബലികർമ്മം അനുഷ്ഠിക്കുകയും ബലിയറുത്തിട്ട് അതിൻ്റെ മാംസവിതരണം നടത്തുകയും ചെയ്യുന്ന ഒരു ആരാധനയുടെയും ആഘോഷത്തിൻ്റെയും കൃത്യമായ അനുഷ്ഠാനങ്ങളിലൂടെയും പ്രത്യേക പുണ്യം പറഞ്ഞും എണ്ണം പറഞ്ഞും വണ്ണം പറഞ്ഞും കൂലി പറഞ്ഞും നിർവഹിക്കപ്പെടുന്നൊരു രൂപം നമ്മുടെ നാടുകളിലുണ്ട്. എന്താണ് മതപരമായി അവിടെ നമ്മൾ പാലിക്കേണ്ട സമീപനം എന്താണ്? ഏതൊരു വിഷയത്തിലും ഇപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്തിന് പോകാൻ പറ്റുമോ പറ്റില്ലേ, അവർക്കതിന് സ്വാതന്ത്ര്യവും അനുവാദവും ഉണ്ടോ ഇല്ലേ, അവർക്ക് വേണ്ടി പള്ളിയുടെ കവാടങ്ങൾ അടച്ചുപൂട്ടണോ തുറന്നിടണോ, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇത് വെറും ഇത്തരം കാര്യങ്ങളിൽ മാത്രം, വെറും ശാഖാപരമായ കാര്യമെന്നോ അതല്ലെങ്കിൽ മസാലാപരമായ കാര്യങ്ങളിൽ എന്നോ മാത്രമല്ല, എത്രയോ ഇപ്പോൾ നമുക്കറിയാലോ എന്താണ് ഷഹാദത്ത് കലിമ. വലിയ വിഷയങ്ങളിൽ വരെ ഈ അഭിപ്രായ വ്യത്യാസം സമുദായത്തിലുണ്ട്. ഷഹാദത്ത് കലിമയുടെ 2ാം സാക്ഷ്യവാക്യം വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അതോടൊപ്പം അള്ളാഹുവിൻ്റെ അടിമയാണ്. ഈ 2 വാക്കുകളുണ്ടല്ലോ, ഒന്ന് അള്ളാഹുവിൻ്റെ അബ്ദുഹു അടിമയാണ്, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഈ 2 വാക്കുകൾ ഷഹാദത്ത് കലിമയുടെ 2ാം സാക്ഷ്യവാക്യത്തിൻ്റെ റുക്കിനാണ്, അബ്ദുഹു വറസൂലുഹു. എന്തേ അങ്ങനെ പറയേണ്ടി വന്നത്? അബ്ദായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ പുത്രനാക്കിയ ഒരു ഖൗമ്, ആ ഖൗമിൻ്റെ നടപടിക്രമം, അവർ സ്വീകരിച്ച അബദാനത്തിൻ്റെ വഴിതെറ്റിയ രൂപം, ലാ തത്റൂനി കമാ അത്റത്തു നസ്വാറ ഈസാ ഇബ്നു മറിയം, ഈസാ നബിയുടെ ആ സമൂഹം ഈസാ പ്രവാചകനെ വാഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തി പറയരുത്, അത് വഴിവിട്ടതും അതിരുവിട്ടതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു, അള്ളാഹുവിൻ്റെ റസൂല് അബ്ദാണ്, അതോടൊപ്പം റസൂലുഹു റസൂലാണ്. എന്നാൽ അബ്ദായ പ്രവാചകനെ ഖാലിഖിൻ്റെ പദവിയിലേക്ക് ഉയർത്തി, ഖാലിഖിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അബ്ദായ പ്രവാചകനോട് ചോദിക്കുക. പ്രവാചകരെ, എനിക്ക് 10 കൊല്ലമായി മക്കളില്ല, മക്കളെ തരണേ. നാട്ടിൽ വരൾച്ചയാണ്, വരൾച്ചയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ, ഞങ്ങൾക്ക് ഇവിടെ ക്ഷേമമുണ്ടാക്കി തരണേ. പ്രവാചകരെ, ഖത്താബ് തങ്ങൾക്ക് കണ്ണുവെച്ചു കൊടുത്ത തങ്ങളെ ഞങ്ങളുടെ കൈവിടിയരുത് തങ്ങളെ. ഇങ്ങനെ മൗലൂദ് കിതാബുകളിൽ അടക്കം അൻത ഗഫാറുൽ ഖത്തായ, പ്രവാചകരെ അങ്ങ് പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനാണ്. ഗഫാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. ഗഫൂറും ഗഫാറും രണ്ടും 2 അർത്ഥമാണ്. ഒന്ന്, ഒരു വലിയ പാപം എത്ര വലുതാണെങ്കിലും അത് പുറത്തു തരുന്നവൻ എന്നാണ് ഗഫൂർ. ഗഫാർ എന്ന് പറഞ്ഞാൽ എത്ര തവണ തെറ്റ് സംഭവിച്ചാലും അത്രയും തവണ പൊരുത്തപ്പെട്ടു തരുന്നവൻ എന്നാണ് അള്ളാഹുവിൻ്റെ ആ പേരിൻ്റെ അർത്ഥം. അൻത ഗഫാറുൽ ഖത്വായ, റസൂലുള്ളാഹിനോട് പറയാണ് സുബ്ഹാന മൗലൂദിൽ, പ്രവാചകരെ അങ്ങാണ് ഞങ്ങളുടെ വദ്ദുനൂബിൽ മൂബിഖാത്ത്, വൻ പാപങ്ങൾ അടക്കം പൊരുത്തപ്പെട്ടു തരുന്ന ആള്. മുൻജിൽ ഖലായിഖ മിൻ ജഹന്നമ ഫീ ഗദി, നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് റസൂലെ താങ്കളാണെന്നാണ് പ്രവാചകനെ കുറിച്ച് പ്രശംസിച്ച് പറയുന്നത്. ഫാത്തിമ ബീവിയോട് പോലും പറഞ്ഞത് എന്താ? യാ ഫാത്തിമ ഖിത്അത കബദി, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ, സലീമിൻ മാലി അബീക്കി, ഇപ്പച്ചിൻ്റെ പണം നീ ചോദിച്ചോ, എനിക്കൊരു പക്ഷേ തരാൻ പറ്റും, പക്ഷേ വഅൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ തടി നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. മുഹമ്മദിൻ്റെ മോളാണ് എന്ന ആനുകൂല്യം കൊണ്ട് നിനക്ക് നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതിൻ്റെ അധികാര ഉടമസ്ഥ ഞാനല്ല. എങ്ങനെ പഠിപ്പിച്ച പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഈ പറയുന്ന മദ്ഹബിൻ്റെ പേരിൽ ആ പ്രവാചകനെ പറഞ്ഞ് മുൻജിൽ ഖലായിഖ മിൻ ജഹന്നമ ഫീ ഖദി, സകല സൃഷ്ടികളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവൻ എന്ന് വാഴ്ത്തി പറയുമ്പോൾ അത് പ്രമാണത്തിൽ നിന്ന് പടച്ച റബ്ബിൻ്റെ സ്ഥാനം, ഖാലിഖിൻ്റെ പദവിയിലേക്ക് റസൂലുള്ളാഹിനെ ഉയർത്തലാണ്. അള്ളാഹിൻ്റെ റസൂല് അബ്ദാണ് എന്നുള്ളത് പ്രവാചകനെ തരം താഴ്ത്തിയതല്ല, അതാണ് വസ്തുത. അള്ളാഹുവിൻ്റെ റസൂല് അടിമയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്നാണ് ഇസ്രായിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? എൻ്റെ അടിമയുമായി രാപ്രയാണം നടത്തി. റസൂലുള്ളാഹി അടിമയാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, അടിമക്ക് വേദം ഇറക്കി കൊടുത്തു എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂല് അടിമയാണ്. സൂറത്തുൽ കഹ്ഫ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, എൻ്റെ അടിമ നിസ്കരിക്കുമ്പോൾ തടയുന്നവനെ നീ കണ്ടുവോ? റസൂലുള്ളാഹി അടിമയാണ്. അതുകൊണ്ടാണ് അബ്ദുഹു വ റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂല് അബ്ദാണ് എന്ന് പറയാനുള്ള കാരണം. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അള്ളാഹ്ക്ക് പുറമേ നിങ്ങൾ ദുആ ചെയ്യുന്നവരില്ലേ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്.
മലക്കുകൾ അടിമകളാണ്, ജിന്നുകൾ അടിമകളാണ്, മനുഷ്യർ അടിമകളാണ്, അമ്പിയാക്കൾ അടിമകളാണ്, ഔലിയാക്കൾ അടിമകളാണ്. അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല. അത് ഖുർആൻ പറഞ്ഞ നസ്വാണ്, പ്രമാണല്ലേ നമ്മുടെ മുമ്പിൽ. പിന്നെ എന്തിനാ ഈ ജാറവും മക്ബറയും? പിന്നെയും എന്തിനാണ് അമ്പിയ ഔലിയാക്കളോടുള്ള ഈ തേട്ടം? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ, അടിമകളെ പ്രാർത്ഥിക്കരുത്, അടിമകളെ ആരാധിക്കരുത്. മലക്കുകൾ അടിമകൾ, ജിന്നുകൾ അടിമകൾ, അമ്പിയാക്കൾ അടിമകൾ, ഔലിയാക്കൾ അടിമകൾ. വഹും യുഖ്ലഖൂൻ, സൃഷ്ടികളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിയാണ്. സൃഷ്ടികളോട് തേടരുതെന്ന് സൂറത്തുൻ നംലിൽ സവിസ്തരം അള്ളാഹുവിൻ്റെ മഹത്വത്തെയും കഴിവുകളെയും അടയാളപ്പെടുത്തി ഓരോന്നിൻ്റെയും ചുവട്ടിൽ ആരോട് തേടണം, ആരെ ഇലാഹാക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു കൗമ് പിന്നെ ആ വിഷയത്തിൽ എങ്ങനെയാണ് ഈ ഇരുട്ടിൽ തപ്പുക? എന്നിട്ട് ഖാലിഖിൻ്റെ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ ഇവിടെ തെറ്റുപറ്റുന്നത് ഷഹാദത്ത് കലിമയിലാണ്. ഷഹാദത്ത് കലിമ സ്വർഗത്തിൻ്റെ താക്കോൽ കൂട്ടമാണ്. അതിൻ്റെ പല്ല് പൊട്ടിയാൽ പിന്നെ സ്വർഗം കിട്ടില്ല. ആദർശത്തിൽ പിഴച്ചാൽ സ്വർഗപ്രവേശനം സാധ്യമല്ല. അതുകൊണ്ട് ഭിന്നിപ്പ്, ഈ വിഷയങ്ങളിലൊക്കെ ഭിന്നിപ്പുണ്ടെങ്കിൽ എന്തു വേണം? ഇയ്യാക നസ്തഈൻ, പടച്ച റബ്ബേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഒരു ദിവസം 5 വട്ടമെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പടച്ച റബ്ബിനോട് എടുക്കുന്ന പ്രതിജ്ഞയാണത്. അല്ലാഹു അല്ലാത്തവരോട് ഞാൻ സഹായം തേടില്ല. എന്നിട്ട് ഈ പറയുന്ന ആളുകൾക്കൊക്കെ ദിവ്യത്വവും കഴിവും വകവെച്ച് കൊടുത്ത് അവരെയൊക്കെ തേടുന്നവർ എങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ തൗഹീദും ശിർക്കും ഐക്യപ്പെടുക? ഇത് ഗുരുതരമായ പ്രശ്നങ്ങളാണ്. മാത്രമല്ല രണ്ടാമത്തത് എന്താ? റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂൽ റസൂലാണെന്നാണ്. എന്താ റസൂൽ എന്ന് പറഞ്ഞാൽ റിസാലത്തുമായി വന്ന വ്യക്തി. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതൊക്കെ വഹയാണ്, എല്ലാം വഹയാണ്. ദീനായി പറഞ്ഞതെല്ലാം വഹയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നു കിട്ടിയ റിസാലത്തിനെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോഴേ നമ്മൾ പ്രമാണത്തിൽ അഹ്ലുൽ ഹദീസ്, ഹദീസിൻ്റെ ആളുകളായി മാറുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായ മുഴുവൻ ഹദീസുകളെയും അംഗീകരിക്കപ്പെടണം. അപ്പോഴേ അയാൾ അഹ്ലുൽ ഹദീസും ഫിർഖത്തുൻ നാജിയയും ത്വായിഫത്തും മൻസൂറയും ആകുള്ളൂ. എന്നാൽ അതിന് പകരം ചില ആളുകൾ ഇങ്ങനെ വരികയാണ്, എന്നിട്ട് പറയാണ് ഇതാ ഈ ഹദീസ് എൻ്റെ ബുദ്ധിക്ക്, സംഗതി സ്വഹീഹൊക്കെ തന്നെയാണ്, പക്ഷേ എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഇത് എൻ്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, ഇത് അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കും, അത് പരിശുദ്ധ ഖുർആനിന് എതിരാണ്, ഇത് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റൂല. വഹയായി വന്നു കിട്ടിയ റിസാലത്തിന് ഇതുപോലെയുള്ള ഭംഗിവാക്കുകൾ പറഞ്ഞിട്ട് അവനാൻ്റെ യുക്തിയെ മാനദണ്ഡമാക്കി, അവനാൻ്റെ ബുദ്ധിയെയും തലച്ചോറിനെയും മാത്രം മാനദണ്ഡമാക്കി പ്രമാണിക വചനങ്ങളെ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളക്കണക്കിന് താക്കീതുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് അദ്ദേഹം പറയാണ്, ലാ റഇയ ലി അഹദിൻ, ഒരാളുടെയും അഭിപ്രായത്തിന് ഒരു വിലയുമില്ല, മഅ സുന്നത്തിൻ സന്നഹ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു സുന്നത്തിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ വേറൊരാൾക്ക് അഭിപ്രായമില്ല. കാരണം അത് പ്രമാണമാണ്. അവിടെ ഒരാളിങ്ങനെ വന്ന അഭിപ്രായം പറയണം, അങ്ങനെ പറഞ്ഞു. മഹാനായ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു മനുഷ്യനോട് പറഞ്ഞു, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയതാണ്. അപ്പോൾ ഇയാൾ പറയാണ്, ഇന്നി ലാ റാഫി ബസ, ഞാനിപ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. എന്താ അദ്ദേഹത്തോട് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? വല്ലാഹി ലാ യുളില്ലുക വലി സഖഫും വാഹിദ്, നീയും ഞാനും ഒരാദർശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ വരില്ല, ഒരാദർശ സംഘത്തിൻ്റെ കൂടെ ചേരില്ല, ഞാനും നീയും ഒരാദർശത്തിൽ യോജിക്കില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഇയാൾ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. ഈ നിലപാടുകാരൻ ഒന്ന് ലലാലത്താണ്, ഒന്ന് ഹിദായത്താണ്. അതാണ് പ്രശ്നം. അവിടെ അബൂ സഈദ് അൽ അസ്തഖരി റഹ്മഹുല്ല ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ശൗച്യം ചെയ്യുന്നതിന് വേണ്ടി വെള്ളം ഉപയോഗിക്കണം എന്നാണ് ക്ലാസ് എടുക്കുകയാണ്. ശുദ്ധജലം ഉപയോഗിച്ച് ശൗച്യം ചെയ്യണം, മലമൂത്ര വിസർജനത്തിന് ശൗച്യം ചെയ്യണം. അപ്പോൾ അവിടെ ആ സദസ്സിൽ ദേവാലയത്തൊരു യുക്തിവാദി ഉണ്ട്. അയാൾ പറയാണ്, കുടിക്കണ വെള്ളം കൊണ്ട് അവിടെ കഴുകാനോ? ഇത് ഞാൻ അംഗീകരിക്കൂല എന്നാണ്. ആ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് കൊരവള്ളിക്ക് കയറി പിടിച്ചിട്ട് സിന്ദീഖ് ഇറങ്ങിപ്പോവിടുന്ന് പറഞ്ഞാൽ ആട്ടിവിട്ടു. ഞാൻ പറഞ്ഞത് അത് നിലപാടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയാം, അപ്പോൾ കുടിക്കണ വെള്ളം കൊണ്ടോ? അങ്ങനെ പറഞ്ഞു ഈ കേരളക്കരയിൽ.
സംസം വെള്ളം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അതുകൊണ്ട് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പ്രസംഗിച്ചത് ഈ പ്രബോധനത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാഉ സംസം ബിമാ ശുരിബ ലഹു. ഏത് സംസം വെള്ളം അത് ഏത് രോഗത്തെ മനസ്സിൽ കരുതി ഒരാൾ കുടിക്കുന്നുവോ ആ രോഗത്തിനുള്ള ശമനമാണ് എന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ അതിന് യുക്തിവാദം നിരത്താണ്. എന്നിട്ടിപ്പോൾ മക്കത്ത് സംസം വെള്ളം കുടിച്ചിട്ടും ജലദോഷം പിടിക്കണില്ലേ? രോഗശമനത്തിന് വേണ്ടിയുള്ള സംസം വെള്ളമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജലദോഷം പിടിക്കുക? എന്നാൽ പിന്നെ മക്കത്തെ ആശുപത്രികളിൽ മുഴുവൻ സംസം വെള്ളം വിതരണം ചെയ്താൽ പോരെ, എന്തിനാ പാരസെറ്റാമോൾ കൊടുക്കുന്നത് എന്നൊക്കെ പ്രസംഗിക്കുന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിനെ കളിയാക്കിയും പരിഹസിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഒന്നല്ല, അവിയലല്ല ദീൻ എന്ന് പറയാനുള്ള കാരണം. അതും ശരി, ഇതും ശരി, അതും ശരി, ഇതും ശരി എന്നൊരു ശരി സർവമത പ്രസ്ഥാന സത്യവാദം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ശരി ഒന്നേ ഉള്ളൂ. 72 കക്ഷികളും നരകത്തിലാണ്. 73ാമത്തെ ഒരു സംഘത്തിന് മാത്രമേ സ്വർഗം ലഭിക്കുള്ളൂ. കുല്ലുഹും ഫിന്നാർ എന്നാണ്. കുല്ലുഹും ഫിന്നാർ, അത് വഹയ. ഞാൻ അതും അംഗീകരിക്കില്ലെന്നുണ്ടോ? അതും വഹയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വാനങ്ങൾക്ക് മുകളിൽ നിന്ന് ഇറക്കി തന്ന വഹയാണ്. എന്ത്? എൻ്റെ സമുദായത്തിലെ കുല്ലുഹും 72 കക്ഷികളും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ സംഘം, ആ ശരിയുടെ സംഘം, ആ പ്രബോധക സംഘം, സത്യത്തെ വിളിച്ചു പറയുന്ന സംഘം, സത്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സംഘം, ആ സംഘം മാത്രമേ സ്വർഗത്തിലെത്തുള്ളൂ. അതുകൊണ്ട് നിലപാടുകൾ വ്യക്തമായിരിക്കണം സഹോദരങ്ങളെ. പ്രമാണത്തിൻ്റെ വിഷയത്തിൽ നോക്കൂ നിങ്ങൾ, അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു പറയാണ് റഹ്മഹുല്ലാ, ഇദാ ഹദ്ദസ്ത റജുല, നീ ഒരാളോട് ബിസുന്ന, പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഫഖാല, അയാൾ നിങ്ങളോട് പറയാണ്, ദഅന, അത് വിട്, ആത്തി കിതാബല്ലാഹ്, ഖുർആനിൽ വല്ലതും ഉണ്ടോ? ഹദീസൊക്കെ അവിടെ വെച്ചതാണ്. ഖുർആനിൽ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരേ. ഇന്നഹു ളാല്ലുനാണ്, അവൻ വഴികെട്ടവനാണെന്നാണ്. വഴികേടിലേക്ക് എത്തിയ വഴി പിഴച്ച സംഘത്തിൽപ്പെട്ടവനാണെന്നാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് അതെനിക്ക് വേണ്ടതാണ്. ഒരു സൊഫ് നിൽക്കാൻ പറയുമ്പോൾ പോലും എന്തൊരു ദണ്ണാണെന്നാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദ്ദുൽ ഖലൽ, കൽപ്പനയാണത്, നിങ്ങൾ വിടവ് നികത്തണം. അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ്, ബഹുവചന രൂപത്തിലുള്ള കൽപ്പന. സദ്ദുൽ ഖലൽ, നിങ്ങൾക്കിടയിൽ വിടവിടരുത്. അതേപോലെ തന്നെ നിങ്ങൾക്കിടയിൽ വിടവ് നികത്തുകയും പിശാച്ചിന് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്യരുത്. അപ്പോൾ യുക്തിവാദം. അങ്ങനെയാണെങ്കിൽ പാൻ്റ് ഇട്ടവൻ്റെ നടയിൽ വന്ന് ആ വിടവിൽ നിൽക്കൂലേ? പ്രസംഗിച്ച് കളിയാക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞാൽ എന്താ പറയുക, മൻ സദ്ദ ഫുർജ, ആരാണോ സൊഫ് നിൽക്കുന്ന സമയത്ത് വിടവടച്ചുകൊണ്ട് കാൽപാദങ്ങളെ ചേർത്ത് വെക്കുന്നത് എങ്കിൽ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ടെന്നാണ്. അത്ര വരെ ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ പരമ്പരയിൽ നമ്മളെ പഠിപ്പിച്ച ഹദീസ് കാണാം. അത്ര ഗൗരവത്തോടു കൂടി, മാലക്കും ലാ തസുഫൂന കമാ തസുഫുൽ മലായിക, എന്താ മലക്കുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അണിനിരക്കുന്നത് പോലെ നിങ്ങളും നിൽക്കാത്തത്? അവരെങ്ങനെ നിൽക്കുക? കഅന്നഹും ബുൻയാനും മർസൂസ്, ഒരു ഇഷ്ടിക മറ്റൊരു ഇഷ്ടികയിൽ മുട്ടിച്ചേർന്ന് നിൽക്കുന്നത് പോലെയാണ്. അങ്ങനെ നിൽക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വർഷങ്ങൾക്കിപ്പുറം, പ്രവാചകൻ്റെ മരണത്തിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം മദീന സന്ദർശിച്ച സമയത്ത് അവിടെ അദ്ദേഹത്തെ താബഈകളായ ആളുകൾ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, മാ അൻകർത ഫീന, താങ്കൾ വന്നപ്പോൾ ഞങ്ങളിൽ എന്തെങ്കിലും ഒരു അപജയം താങ്കളുടെ നിരീക്ഷണത്തിൽപ്പെട്ടോ? അതായത് റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഞങ്ങളിൽ എന്തെങ്കിലും ഒരു പരിക്ക്? അദ്ദേഹം പറഞ്ഞു, മാ അൻകർതു ഷൈഅ, പ്രത്യേകിച്ച് ഞാനൊന്നും കണ്ടില്ല. പക്ഷെ വലാകിന്നകും മാ തസുഫൂന, നിങ്ങളുടെ സൊഫ് ശരിയല്ല. ലാ തുസവൂന സുഫൂഫക്കും, നിങ്ങളുടെ സൊഫിൻ്റെ നൃത്തം ശരിയല്ല. അതായത് റസൂലുള്ളാഹിൻ്റെ കാലത്തിൽ നിന്ന് അപജയം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അപജയങ്ങൾ വരും. അവിടെ നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കേണ്ടത്? ഹദീസ് എടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളെ സ്വീകരിക്കണം. വൈദാ റഅയ്തൽ മുതകല്ലിം, ഒരു വചനശാസ്ത്രജ്ഞൻ, ഒരു വചനശാസ്ത്രത്തെ സ്വീകരിക്കുന്ന അൽ മുബ്തദി, അതേപോലെ തന്നെ ഒരു ബിദ്അത്തുകാരൻ, യഖൂലു, അയാൾ പറയാണ്, ദഅനാ മിനൽ കിതാബി വൽ അഹാദീസിൽ അഹാദ്, ആഹാദുകൾ, അതായത് ഈ പറയുന്ന ഒറ്റപ്പെട്ട ഹദീസുകൾ, വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനിലുള്ള കാര്യങ്ങൾ, അതൊക്കെ അവിടെ നിന്നോട്ടെ. വആത്തിൽ ആഖില, എന്നിട്ട് ബുദ്ധി
കുറച്ചൊക്കെ നമ്മൾ പ്രയോഗിക്കണം. ഇങ്ങനെ പറയുന്ന ഒരാളെ കണ്ടാൽ വാലം അന്നഹു അബൂജഹൽ, അത് അബൂജഹലാണെന്ന് മനസ്സിലാക്കുന്നതാണ്. ഇത് ഇമാം ദഹബി റഹ്മഹുല്ല പറഞ്ഞ ബുദ്ധി മതത്തിൻ്റെ പ്രമാണമായി ബുദ്ധിയെ കൊണ്ടുവരുന്ന ഒരു വ്യക്തി, അങ്ങനെ ബുദ്ധി സ്വീകരിച്ചുകൊണ്ടേ ഞാൻ സ്വീകരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ സഹോദരങ്ങളെ ഖുർആൻ തന്നെ സ്വീകരിക്കാം? ഒരു അങ്ങനത്തെ മനുഷ്യന്മാർക്ക് സാധിക്കുക. കാരണം നിന്ന നിപ്പിൽ കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ കുരങ്ങന്മാരായി മാറുക എന്ന് പറയാണ്. ബുദ്ധി കൊണ്ട് തെരഞ്ഞു നോക്കിയത് സ്വീകരിക്കാൻ പറ്റും. ഒരു അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് ആ അഗ്നികുണ്ഡത്തിൽ നിന്നൊരു രോമകൂപം പോലും കരിയാതെ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വരുന്നു എന്ന് പറയുന്നത് ബുദ്ധിയെ ഉപയോഗിച്ച് മാനദണ്ഡമാക്കി പരിശോധിച്ച് നോക്കിയാൽ സ്വീകരിക്കാൻ കഴിയും. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. പ്രകൃതിയുടെ സ്വാഭാവികതയെ അട്ടിമറിച്ച് ഇടപെടാൻ കഴിവുള്ളവനാണ്. അഗ്നിക്ക് സംഹാര താണ്ഡവമാടാനും കരിച്ചു കളയാനുമുള്ള കഴിവ് കൊടുത്ത അള്ളാഹുവിന് അതിനെ തണുപ്പിക്കാനും സമാധാനപ്പെടുത്താനും കഴിയുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ വേദഗ്രന്ഥത്തിലെ വാചകം പഠിച്ച ഒരു വിശ്വാസിക്ക് അതിശയോക്തി ഉണ്ടാവില്ല. ഒരു രാത്രി കൊണ്ട് ആ ഒരു മാസ കാലഘട്ടത്തിലെ യാത്രാ ദൈർഘ്യമുള്ള ഈ പറയുന്ന മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഴിവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയൂല. അതുകൊണ്ട് അവിടെ ബുദ്ധിയല്ല മാനദണ്ഡം, അവിടെ ഹദീസുകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാമാണികമായി നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ സ്വീകരിക്കണമെന്നതാണ്. ഇമാം ബർബഹാനി റഹ്മഹുല്ല പറയാൻ, മൻ റദ്ദ ഹദീസൻ വാഹിദ, ഒരൊറ്റ ഹദീസ് ഒരാൾ തള്ളിക്കളഞ്ഞാൽ മതി, ഫഖദ് റദ്ദൽ അസ്റ കുല്ല, ഇസ്ലാമിൻ്റെ പ്രമാണത്തെ മുഴുവൻ തള്ളിയവൻ എന്നാണ് അവൻ്റെ വിധി എന്നാണ്. ഒരു ഹദീസ് ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ മതി. മൻ അബ്ഗള ശൈഅൻ ബിമാ ജാഅ ബിഹി റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ഹദീസിനോട് വെറുപ്പ് തോന്നിയാൽ, ഇഷ്ടക്കേടുണ്ടെങ്കിൽ, വിമുഖതയുണ്ടെങ്കിൽ, ഫഖദ് കഫറ, അവൻ കാഫിറായി പോകുന്നതാണ്. ഇത് ഇമാം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല ചേർത്ത് വെച്ച വാചകമാണ്. അതുകൊണ്ട് ഇത് അത്ര നിസ്സാരമൊന്നുമല്ല. ഹദീസുകൾ അങ്ങനെ ഇട്ടിട്ട് അത് എന്ത് ഹദീസ് ഒന്നും വേണ്ട സഹോദരങ്ങളെ. ഇപ്പം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർളി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. അവരോട് പറഞ്ഞു നോക്ക്, നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് ഭൂമിയിൽ. അവർ പറയും ഞങ്ങൾ ഇസ്ലാഹാണ് ചെയ്യണത്, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തനമാണ് ചെയ്യണമെന്ന് അവർ പറയുന്നതാണ്. ഇതെന്താണ്? ഇത് മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞതാണ്. ഈ പറഞ്ഞ ഫസാദ് എന്താ? എൻഡോസൾഫാനും ഫ്യൂരിഡാനും കൃഷിഭൂമിയിലിട്ടിട്ട് ഫസാദ് ഉണ്ടാക്കണ കാര്യമല്ല അവിടെ പറഞ്ഞത്. നാട്ടിൽ കലാപവും അക്രമവും അഴിച്ചുവിട്ട് കൊലപാതകവും ആൾക്കൂട്ട ആക്രമണവും നടത്തുന്ന കലാപമല്ല അവിടെ പറഞ്ഞത്. മറിച്ച് ഈ ഫസാദ് ദീനിലെ ഫസാദാണ്. ആളുകൾക്കിടയിൽ ദീനീപരമായ ചിന്താ വ്യതിയാനങ്ങളെ ഇട്ടുകൊടുക്കുന്ന ഫസാദാണ്. ആ ഫസാദിനെ ഇസ്ലാമിക ഭരണാധികാരികളൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്ത്. ഇപ്പോൾ ജഅദ് ബിൻ ദിർഹം എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ബിദ്അത്തുകളുടെ തലവനായിരുന്നു. ബിദ്അത്തുകൾ ഇങ്ങനെ കൊണ്ടുവരും. ഓരോ ദിവസവും ഓരോ ബിദ്അത്ത് ഗവേഷണം ചെയ്ത് കൊണ്ടുവന്ന് ഖൗമിൽ ഫസാദ് ഉണ്ടാക്കും. അദ്ദേഹത്തിൻ്റെ അയാളുടെ കാലഘട്ടത്തിൽ നാട് ഭരിച്ചിരുന്ന അബ്ദുള്ള അൽ ഖുസരി, ഈ ജഅദ് ബിൻ ദിർഹം ഒരു ദിവസം എഴുന്നേറ്റ് നിന്ന് പറയാണ്, മാ കല്ലമല്ലാഹു മൂസ തക്ലീമ വമത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചിട്ടില്ല, ഇബ്രാഹിം നബിനെ അള്ളാഹു കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, നീ പറഞ്ഞത് ഖുർആനിനെതിരാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ്. കല്ലം അല്ലാഹു മൂസ തക്ലീമ ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. എന്നാ ഞാനത് അംഗീകരിക്കൂല എന്നാ. ഇയാൾ എന്ത് ഫസാദാ നാട്ടിലുണ്ടാക്കുന്നത്? വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് ബിദ്അത്തുകളും ചിന്താ വ്യതിയാനങ്ങളെയും ഇട്ടുകൊടുക്കുന്ന ഇയാളെ അബ്ദുള്ള അൽ ഖുസരി എന്ന ചക്രവർത്തി കൈകാര്യം ചെയ്ത് എങ്ങനെയെന്ന് അറിയാമോ? ലഹു തഖബ്ബലല്ലാഹു ലഹിയാത്തിക്കും. ഒരു ബലി പെരുന്നാൾ ദിവസം അയാളോട് നിലപാട് തിരുത്താൻ പറഞ്ഞു. ആൾ കൂട്ടത്തിൻ്റെ നടുവിൽ വിളിച്ചു ചേർത്തു, നിലപാട് തിരുത്താൻ പറഞ്ഞു. ഖുർആനിനെതിരാണ്, ഇത് ജനങ്ങളുടെ വിശ്വാസത്തെ ഫസാദാക്കലാണ്. അയാൾ കൂട്ടാക്കിയില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ ഉളുഹിയത്തിന് അർത്തോളി, ഇന്നി ഉലഹി ജഹദ് ബിൻ ദിർഹം, ഇന്ന് ഞാൻ ബലിയറുക്കുന്നത് ഈ പറയുന്ന ജഅദ് ബിൻ ദിർഹമിനെയാണ്. വധശിക്ഷയ്ക്ക് വിധേയമാക്കി. എന്തേ കാരണം? സമുദായത്തിൻ്റെ ഇടയിൽ, ആളുകൾക്കിടയിൽ വ്യതിയാന ആശയങ്ങളെ ഇട്ടുകൊടുക്കുക. അതുകൊണ്ടാണ് ഇത്തരം വ്യതിയാനങ്ങളും ബിദ്അത്തുകളും കുത്തി നിറക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടത്. ലഅന അള്ളാഹു ശപിച്ചിരിക്കുന്നു മൻ ആവാ മുഹദിസ, പുത്തൻ പ്രവണതകൾ ദീനിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് തീറ്റിപ്പോറ്റരുതെന്നാണ്. അത് മൂർഖം പാമ്പിനെ തീറ്റിപ്പോറ്റലാവും. കാരണം ആളുകളെ ബിദ്അത്ത് പഠിപ്പിക്കുന്ന ആളുകളെ തീറ്റിപ്പോറ്റുക, സംരക്ഷിക്കുക, അഭയം കൊടുക്കുക, ആളുകൾക്കിടയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന പണ്ഡിതന്മാരെ സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് അവർക്ക് എല്ലാ
ധീര പരിവേഷവും നൽകി അവർക്ക് സ്റ്റേജ് കെട്ടിക്കൊടുത്ത് നിങ്ങൾ പ്രസംഗിച്ചോളൂ നിങ്ങളുടെ വ്യതിയാനങ്ങൾ എന്ന് പറയുന്ന നിലപാട് ഇസ്ലാമിലില്ല. തലാഹറൂന അലൈഹിം ബിൽഇസ്മി വൽ ഉദ്വാൻ, പാപത്തെ പിൻബലം കൊടുക്കാൻ, ശത്രുത വളർത്തുന്നവർക്ക് പിൻബലം കൊടുക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കൃത്യമായ നിലപാട് പഠിപ്പിച്ചെന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊക്കെ ഒരു വിശ്വാസിയുടെ ഭക്ഷണം ആര് തിന്നുന്നു എന്ന് വരെ നോക്കണം. പ്രത്യേകിച്ച് ഈ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഈ പറയുന്ന ഹദീസ് വ്യതിയാനങ്ങളും ഹദീസ് നിഷേധങ്ങളും അടക്കം. അപ്പം നമുക്കറിയാലോ നിഫാഖ് 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 എന്ന് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. എന്താ നിഫാഖ് എന്ന് പറഞ്ഞാൽ? മുനാഫിഖ് എന്ന് കേട്ടിട്ടില്ലേ? എന്താ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ? നമ്മൾ വിചാരിച്ച് സംസാരിച്ചാൽ കളവ് പറയുന്ന, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്ന, കരാറ് പറഞ്ഞാൽ ലംഘിക്കുന്നവനാണ് കപടവിശ്വാസി എന്നാ. അത് വെറും ലക്ഷണം മാത്രമാണ്, രോഗതല്ല. നിഫാഖ് ഇസ്ലാമിൽ രണ്ട് വിധമാണ്. ഒന്ന് നിഫാഖ് അമലി, മറ്റൊന്ന് നിഫാഖ് ഇഅ്തിഖാദി. ഒന്ന് വിശ്വാസ കാപ്പട്യം, ഒന്ന് കർമ്മ കാപ്പട്യം. കർമ്മരംഗത്ത് കാണപ്പെടുന്ന കാപ്പട്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അയാൾ ഇസ്ലാമെന്ന് ഔട്ടാവുന്നില്ല, പക്ഷേ അയാളുടെ ആ കർമ്മ അല്ലാഹു സ്വീകരിക്കൂല. അതിന് ഖുർആൻ ഒരു ഉദാഹരണം പറഞ്ഞു. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. പള്ളിയിൽ വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, വന്ന് നിൽക്കുന്നുണ്ട്, കൈയ്യട്ടുന്നുണ്ട്, റുക്കൂ സുജൂദൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്, പക്ഷേ ഒക്കെ അലസതയും മടിയുമാണ്. ആ അലസതയും മടിയും യാന്ത്രികതയും കൊണ്ട് നിസ്കരിക്കുന്നവർ നിഫാഖ് അമലിയാണ്, കർമ്മരംഗത്തെ കാപ്പട്യമാണ്. അത് അള്ളാൻ്റെ അടുത്ത് രേഖപ്പെട്ട് കിട്ടൂല എന്ന് കരുതി അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല. പക്ഷേ നിഫാഖ് ഇഅ്തിഖാദി വിശ്വാസ കാപ്പട്യമുണ്ട്. ഈ വിശ്വാസ കാപ്പട്യം ഒരാളിൽ വന്നു പോയാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് യഖ്റുജു അനിൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി സമീപിക്കണം എന്ന് പറഞ്ഞത്. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല 6 കാര്യങ്ങളെ പ്രാമാണികമായി എണ്ണി പറയുന്നുണ്ട്. വിശ്വാസ കാപ്പട്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണെന്നറിയോ? ഇതെനിക്ക് നീട്ടിപ്പരത്തിയിട്ട് സ്വർഗവും നരകവും പറഞ്ഞിട്ട് ആളുകളങ്ങനെ രോമകൂപങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന വിഷയമല്ലത്. ഇത് അവനാൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന നിലപാടിൻ്റെ വിഷയമാണ്. വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ സമീപിച്ചേ പറ്റൂ. അതല്ലാത്ത പക്ഷം 72 കക്ഷികളിൽ നമ്മൾ പെട്ടുപോകും. ഇത് തമാശയല്ല, ദീന് തമാശയല്ല, ഇത് പ്രമാണമാണ്. ആ പ്രമാണത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് മതനിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരാവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ നമുക്കാര് അവകാശം തന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ശാരിഅ്. മതം നിർമ്മിക്കുന്നതിൻ്റെ അധികാര പരിധി അള്ളാഹുവിനാണ്. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അധികാരമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ വിഷയത്തിൽ പറഞ്ഞെന്താ? ഞാനിതാ എൻ്റെ റബ്ബ് എനിക്ക് പറഞ്ഞു തന്നതിനെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു എന്നതല്ലാതെ വമാ ഉബദ്ദിലുഹു മിൻ തിൽഖാഇ നഫ്സി, എനിക്ക് പോലും ഇതിലൊരു മാറ്റം വരുത്താൻ അവകാശമില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ദീനിൽ ഒരു അള്ളാഹു പറയാണ് ഇത് ഹറാം, എന്നാൽ തൽക്കാലം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഹലാലാക്കിയിരിക്കുന്നു എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇല്ല. സൂറത്തുൽ ഹാഖയിൽ പറഞ്ഞ മാസ് ഡയലോഗ് എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ആ ഒരു എന്താ പറയുക വാക്കിൻ്റെ ഗൗരവം. വലൗ തഖവ്വല അലൈനാ ബഅ്ലൽ അഖാവീൽ, എൻ്റെ പേരിൽ ഞാൻ പറയാത്തത് നീ കൂട്ടിപ്പറഞ്ഞാൽ ലാഖദ്നാ മിൻഹു ബിൽ യമീൻ, നമ്മുടെ വലത് കര കൊണ്ട് നിന്നെ പിടികൂടി സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, നിന്റെ കൊരവള്ളി ഞാൻ അറുത്ത് കളയുന്നതാണ്, ജീവനാടി അറുത്ത് കൊന്നുകളയുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഭീഷണിപ്പെടുത്തുന്നത്. എന്തിന്? എൻ്റെ പേരിൽ നിന്റെ വക നീ കൂട്ടിപ്പറഞ്ഞാൽ എന്നാണ്. അതുകൊണ്ട് പ്രമാണത്തിലേക്ക് കടത്തിക്കൂട്ടാനോ ഉള്ളത് വെട്ടി മാറ്റാനോ നമുക്ക് അവകാശമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അത്തരം സംഘങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. അത്തരം സംഘങ്ങളെ തീറ്റിപ്പോറ്റാനും അവർക്ക് അഭയം കൊടുക്കാനും പാടില്ല എന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിലപാടുകൾ വ്യക്തമായിരിക്കണം. ഇവിടെ നോക്കി, ഏതാണ് 6 കാര്യങ്ങൾ? ഒന്ന് തക്ദീബുർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക. അത് റസൂലൊന്നുമല്ല. നമ്മളെ കൂടെ അങ്ങനെ അങ്ങാടി കൂടെ തിന്നും കുടിച്ചും നടക്കണേ, നമ്മുടെ അതോടൊപ്പം ഇങ്ങനെ ജീവിച്ച് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന ഒരാൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഓർമ്മൊന്നുമില്ല. റസൂലും നബിയൊന്നുമല്ല. കുറച്ചൊക്കെ ക്വാളിറ്റി ഉണ്ട്, നബിയാണെന്നും റിസാലത്തുണ്ടെന്നൊന്നും അംഗീകരിക്കാതിരിക്കുക. 916 മുനാഫിഖാണ്. 2 ബുഗ്ളുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പ്, നബി തങ്ങളോട് വ്യക്തിപരമായി ഇഷ്ടമല്ല. ഇപ്പം നമ്മൾക്കിടയിൽ തന്നെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുള്ളവരുണ്ടാവും. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലോ വെറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാത്ത ആൾക്കാരുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കണ്ടുകൂടാത്തൊരു മാനസികാവസ്ഥ ഉണ്ടോ നോട്ടിക്കോളി. 916 മുനാഫിഖാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, അയാൾക്ക് ഈ സൂക്കേടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആക്ഷേപിക്കാൻ അവസരം കിട്ടിയ അപ്പം കയറി വെട്ടും.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെല്ലാവരും കൂടി ഒരു ദീവാനിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മൃഗത്തിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് പൊടി പാറി. ഉടനെ തന്നെ ഇയാൾ അത്രയും ആളുകളുടെ ഇടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരം താഴ്ത്തിയിട്ട് വിളിച്ചു പറയാണ്, ലാ തുഗബ്ബിർ അലൈന, പൊടി പാറിക്കല്ലേ. ദേഷ്യപ്പെട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പൊടി പാറിപ്പിക്കല്ലേ. അത് കഴിഞ്ഞിട്ട് നബി തങ്ങൾ അവിടെ എണീറ്റ് നിന്നു. എന്നിട്ട് അവരോട് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാളുടെ അടുത്ത ഡയലോഗ്, ഇതൊക്കെ നിൻ്റെ ആൾക്കാർ ഇരിക്കണം, നിൻ്റെ ക്യാമ്പിലും നിൻ്റെ കൂടാരത്തിലും പോയി പറഞ്ഞാൽ പോരെ, ഇവിടെ വന്ന് വിളമ്പേണ്ട ആവശ്യം എന്താ? എത്രമേൽ വലിയ ആക്ഷേപവും വ്യക്തിപരമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുന്ന തരത്തിലാണ് പെരുമാറുന്നത്. അത് കഴിഞ്ഞ് നബിയുടെ കൂടെയുള്ള അനുചരന്മാർ അയാളെ ഞങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല. തിരിച്ചു പോയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, പ്രവാചകരെ, അയാൾക്ക് എന്താണ് ഈ കലിപ്പ് എന്നറിയോ? ഇത്രയും കാലം താങ്കൾ മദീനയിൽ വരുന്നതിന് മുമ്പ് ജനങ്ങളൊക്കെ നേതാവായി കൊണ്ടുവരുന്ന ആളാണ്. അപ്പം താങ്കൾ വന്നപ്പോൾ താങ്കൾ അവരെ നേതാവാക്കി. അതിൻ്റെ അമർഷം കൊണ്ടാണ് റസൂലെ താങ്കളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളെന്ന്. സംഗതി എന്തും ആയിക്കൊള്ളട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തിപരമായ ഒരു വിയോജിപ്പ്, നബിയോടൊരു വെറുപ്പ് ഒന്നും വേണ്ട സഹോദരങ്ങളെ. നബിയും ഭാര്യയും കൂടെ അങ്ങനെ പോവാൻ. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇതിലേക്ക് വന്ന് പറഞ്ഞു, ഇതിൻ്റെ ഭാര്യയാണ് കേട്ടോ. ആ സംഭവത്തിൻ്റെ ഷറഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് എന്ന് ഇവരോട് പോയി പറയാനുള്ള കാരണം, ഇവരുടെ ഹൃദയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപകീർത്തിപരമായ ചിന്ത വന്നാൽ, നാലും നബി ഒരു പെണ്ണിനെയും കൊണ്ട് പോകണമെന്ന് അത് നിഫാഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊരു മോശമായ ചിന്ത ഹൃദയത്തിലേക്ക് കയറിയാൽ അത് കപടവിശ്വാസമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പെട്ടെന്ന് ചെന്ന് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ ഒരു വെറുപ്പ് ഹൃദയത്തിൽ വന്നാൽ ആ വ്യക്തി മുനാഫിഖ് ഇഅ്തിഖാദി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ, ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖുൻ, തമ്മാടികൾ എന്ന് ഖുർആൻ പറഞ്ഞ, ഫിദ്ദറക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ അടിത്തട്ടിൽ എന്ന് പറഞ്ഞ നിലപാടാണ്. മൂന്നാമത്തത് തക്ദീബ് ബഅദി മാ ജാഅ ബിഹി റസൂൽ, റസൂലുള്ള കൊണ്ടുവന്ന ചിലതിനെ കളവാക്കുക. എല്ലാം കളവാക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ധാർമ്മിക രോഷത്തിൽ ഈ റമളാൻ മാസത്തിൽ പലപ്പോഴും നമുക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉണർത്തേണ്ടി വരുന്നത്. ഇതത്ര നിസ്സാര പ്രവൃത്തിയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന, ഇപ്പം ചില ഫെമിനിസ്റ്റുകൾക്ക് തോന്നുകയാണ്, സ്ത്രീത്വവാദികൾക്ക് തോന്നുകയാണ്, എന്നാലിപ്പോൾ ഈ പർദ്ദടാൻ പറഞ്ഞൊന്നും ഞാൻ അംഗീകരിക്കൂല, അതൊക്കെ നമ്മളെ സ്വാതന്ത്ര്യത്തിൽ കയറിയാണ്ടുള്ള ഇടപെടലാണ്. എന്നാലും മാറിടത്തിലൂടെ തട്ടം താഴ്ത്തിയിടണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഉൾക്കൊള്ളാനൊന്നും എനിക്ക് കഴിയില്ല. ഖുർആൻ പറഞ്ഞതാണ്, പക്ഷെ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പുരുഷന് ലഭിക്കുന്ന സമ്പത്തിൻ്റെ പകുതിയുള്ളത്ര സ്ത്രീക്ക്, അങ്ങനെയൊന്നല്ല. പുരുഷനേക്കാൾ കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്, പുരുഷനേക്കാൾ കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. അത് ഓരോ കുടുംബത്തിലെ അംഗങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചാണ്. പക്ഷെ അത് ഇവിടെ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയും വരുമ്പോൾ അതിൽ ആൺകുട്ടിക്ക് കിട്ടുന്നതിനേക്കാൾ പെൺകുട്ടിക്ക് കുറഞ്ഞു പോയി എന്നതിൻ്റെ കാരണത്താൽ ഈ നിയമം ഞാൻ അംഗീകരിക്കുകയില്ല. ഇസ്ലാമിൽ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ദാലിക ബി അന്നഹും കരിഹു മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനോട് ഒരു വെറുപ്പ്, ഒരു നീരസം മനസ്സിലുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഫഹബിത്തു അഅ്മാലുഹും, അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. ഹബിത്തു അഅ്മാലുഹും, അവരുടെ അമലുകൾ പൊളിയുന്നതാണ്. അപ്പം മനസ്സിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രമാണങ്ങളോട് ഒരു നീരസവും ഹൃദയത്തിലില്ലാതെ അത് സ്വീകരിച്ചിരിക്കണം. ബുഗ്ളു ബഅദി മാ ജാഅ ബിഹി റസൂൽ, റസൂലുള്ള കൊണ്ടുവന്ന ചിലതിനോടൊരു നീരസം. എത്ര വിഷയങ്ങളിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സഹോദരങ്ങൾ, എത്ര വിഷയങ്ങളിൽ. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ വരെ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഇറക്കം, ആ ഇറക്കത്തെ പരിഹസിച്ചുകൊണ്ടും അതിനെ കളിയാക്കിക്കൊണ്ടും സംസാരിക്കുന്നവരുണ്ട്. ആകാശങ്ങളും ഭൂമിയും നാളെ അള്ളാഹുവിൻ്റെ കൈകളിൽ ചുരുട്ടപ്പെടുന്ന ഖുർആൻ്റെ ആയത്താണ്. ആ ചുരുട്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാത്ത നിലപാടുകാരുണ്ട്. അള്ളാഹുവിന് കണ്ണുണ്ട്, അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് വിരലുകളുണ്ട്, അള്ളാഹുവിന് കണങ്കാലുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞ ഖുർആനിലെയും ഹദീസിലെയും വാക്കുകളുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്, അവയവമാണ് എന്ന് നമ്മൾ ആരും വാദിക്കുന്നില്ല, പറയുന്നില്ല. മനുഷ്യനെ പോലെ എന്ന് താരതമ്യപ്പെടുത്തുകയോ ഉപമിക്കുകയോ രൂപം നൽകുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അള്ളാഹു പറഞ്ഞു എനിക്ക് കണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് കണ്ണ് എന്ന വിശേഷണമുണ്ട്, അത് അങ്ങനെ അംഗീകരിക്കണം. അതിന് പകരം കാഴ്ച ഉണ്ട് എന്നാണ്, കൈയുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഉണ്ട് എന്നാണ്.
അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അള്ളാഹിൻ്റെ ദാത്തിയായ സിഫത്തായി അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെന്തിനാ പ്രശ്നം? അതിൻ്റെ പേരിൽ പോലും ഭിന്നിപ്പുകൾ നിലനിൽക്കുന്നുണ്ട് സമുദായത്തിൽ. ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ എത്രയോ വിഷയങ്ങളിൽ, ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് വിഷയങ്ങൾ, ഞാൻ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. എത്രയോ വിഷയങ്ങളിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഖബർ ആഹാദായ ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല, അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. അതായത് ഒരു സഹാബി പറഞ്ഞ ഹദീസിനെ എടുക്കാൻ പറ്റില്ല, ഒരു കൂട്ടം സ്വഹാബിമാർ പറയണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സ്വഹാബി നടക്കുമ്പോൾ അദ്ദേഹം കേട്ടത് അദ്ദേഹമല്ലേ പറയുള്ളൂ, അതല്ല ഒരു കൂട്ടം സ്വഹാബിമാർ പറഞ്ഞാലേ അംഗീകരിക്കുള്ളൂ എന്നാണ്. എന്നിട്ട് അത് അംഗീകരിക്കാത്ത ആളുകൾ സമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ സിഹിറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖുർആൻ പോലും അത് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിശാച്ചിൽ നിന്നുണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതകളെക്കുറിച്ച്, മസീഹുദ് ദജ്ജാലിൻ്റെ വിഷയത്തിൽ, കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ, പിശാച്ചിൻ്റെ കട്ടുകേൾവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സംസം വെള്ളവുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ, റുഖിയ ശറഈയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ, കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ, ഇങ്ങനെ മലക്കുകളുടെ സഹായത്തെക്കുറിച്ച് വന്നിടത്ത്, ബാത്റൂമിൽ അള്ളാഹുവിനോട് ശരണം തേടുന്ന പിശാചുക്കളിൽ നിന്ന് ശരണം തേടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, മ്യൂസിക് അത് അനുവദനീയമാണോ അത് പാടില്ലാത്തതാണോ എന്ന വിഷയത്തിൽ, ഇസ്രാ മിഅ്റാജ് ശാരീരികമാണോ അല്ലേ എന്ന വിഷയത്തിൽ, ചന്ദ്രൻ പിളർന്ന വിഷയവുമായി ബന്ധപ്പെട്ട്, സിറാത്ത് പാലം അതുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ നല്ല സന്ദേശങ്ങളെ പ്രചരിപ്പിക്കാൻ നാടകം കളിക്കാൻ പറ്റുമെന്നുള്ള വിഷയത്തിൽ, ഇങ്ങനെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയം, നെരിയാണിക്ക് മുകളിൽ വസ്ത്രമുടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഒരു ഈച്ച വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണം, കുടിവെള്ളം പോലും ഇല്ലാത്ത മരുഭൂമിയിൽ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഖൗമിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ റസൂല് ശാസ്ത്രീയമായ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തിയപ്പോൾ അത് ഈച്ച ജ്യൂസാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും അത്തരം നിലപാടുകൾ സ്വീകരിക്കില്ല എന്ന് പറയുക. ഈ പറയുന്ന ഈ തേള് പോലെയുള്ള ക്ഷുദ്രജീവികൾ ദംശിച്ചാൽ അതിൻ്റെ വിഷം ശരീരത്തിൽ വരാതിരിക്കാൻ നിങ്ങൾ 7 ഈത്തപ്പഴം വെറും വയറ്റിൽ തിന്നണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എന്നാ പ്യൂരിടാൻ കൊടുത്ത് കുടിച്ചോളി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിൻ്റെ ഹദീസുകളെ പരിഹസിച്ചത് അംഗീകരിക്കാത്ത നിലപാടുകൾ. സന്ധ്യയായി കഴിഞ്ഞാൽ പിശാചുക്കളുടെ ഒരു വ്യാപനമുണ്ട്, ആ സമയത്ത് കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ സുരക്ഷാ നിർദ്ദേശങ്ങൾ തന്ന പ്രവാചക തിരുമേനിയുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ, അങ്ങനെ എത്ര വിഷയങ്ങളിലാണ് ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. ആ വിഷയങ്ങളിലൊന്നും ഒരു വ്യക്തതയും സ്വീകരിക്കാത്ത വിധത്തിൽ ഒരിടത്തും ഒരു നിലപാടില്ലാതെ ഒന്നും പോകേണ്ട ഒരു അവസ്ഥ നമുക്കില്ല. അവിടെയൊക്കെ പ്രമാണമുണ്ട്. ഇത് ഒന്നൊന്നല്ല, 30 അഖീദ വിഷയങ്ങളിൽ ഈ പറയുന്ന വ്യതിയാനങ്ങളുണ്ട്. അഖീദ വിഷയമാണ്, മസാലാപരമായ വിഷയമല്ല. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും ഞാൻ ആരെ പിന്തുണക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു എന്നും എൻ്റെ പ്രമാണത്തെ ഞാൻ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നുമൊക്കെ ഉറപ്പ് വരുത്താൻ സഹോദരങ്ങളെ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെയൊക്കെ ഈ നിലപാടുകളുടെ വിഷയത്തിൽ പരലോകത്ത് നാം രക്ഷപ്പെട്ട് കിട്ടുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു സ്വഹാബി അബ്ദുല്ലാഹിബ്നു മുഗഫൽ, അദ്ദേഹം ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഒരു കല്ല് തൊടുത്ത് വിട്ടുകൊണ്ടൊരു കളി കളിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വഹാബി പറയാണ്, ഇത് നഹാ റസൂലുള്ളാഹി അനിൽ ഖദഫ്, ഇങ്ങനെ അപകടം വരുത്തി വെക്കുന്ന ഇത്തരം കളികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് കിട്ടുന്നു. പിറ്റേന്ന് വന്നപ്പോൾ അയാൾ അതേ കളി കളിക്കണം, അതേ കളി. എന്താ അദ്ദേഹത്തോട് ആ സ്വഹാബി പറഞ്ഞത്? വല്ലാഹി ലാ ഉകല്ലിമുക അബദ, ഒരിക്കലും ഞാൻ ഇനി നീയുമായി സംസാരിക്കൂല എന്നാ. എന്തേ അങ്ങനെ ഒരു നിലപാട് ആ സ്വഹാബി പറയാനുള്ള കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാനും അത് സമ്മതിക്കുന്നതിനും പകരം അതിനെ വിഗണിക്കുകയും എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ചെയ്തൊരു വ്യക്തിയോട് ഞാനിന് ജീവിതകാലം മുഴുവൻ നിന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞതിനെ ദീനായി പരിഗണിക്കുകയാണ് ഇസ്ലാം. മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാ ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. ഫീഹി ഹജ്റാനു അഹ്ലിൽ ബിദ്അ വൽ ഫുസൂഖ്, അധർമ്മവും ബിദ്അത്തുകളെയും ദീനിൽ കുത്തി നിറക്കുകയും ഇതേപോലെ റസൂൽ വ മുനാബിദു സുന്ന, സുന്നത്തുകളെ നിരാകരിക്കുകയും ചെയ്യുന്ന ആളുകളോട് മഅൽ ഇൽമ്, അവർക്കറിയാം ഈ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന്, എന്നിട്ടും സുന്നത്തുകളോടൊക്കെ വിയോജിച്ച് നിൽക്കുന്ന നിലപാടുകാരോട് അന്നഹു യജൂസു അൽ ഹജ്റാനു ദായിമ, മരണം വരെ വിയോജിപ്പിലും അതേപോലെ അകൽച്ച പാലിക്കേണ്ടി വന്നാലും അത് ദീനാണ് എന്നതിന് അബ്ദുല്ലാഹിബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവം തെളിവാണെന്നാണ്. അത്രമേൽ നിലപാട് പഠിപ്പിക്കുകയാണ് സ്വഹാബികൾ. എന്തുകൊണ്ട്? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അംഗീകരിക്കൂല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്വഫ് കാലടുപ്പിച്ച് വെക്കണം എന്ന് പറയാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമസ്കാരത്തെക്കുറിച്ച് എപ്പോഴും സ്വപ്പ് നിർത്തുമ്പോൾ അപ്പോഴൊക്കെ വിളിച്ച് പറയാറുണ്ടായിരുന്ന 3 കാര്യങ്ങൾ. അതിലൊന്നാണിത്. എന്ത് കാലെടുത്ത് വെക്കണം. ഞാനിപ്പോൾ ഈ ഹദീസ് ഇവിടെ വായിച്ചില്ലേ, ധാരാളക്കണക്കിന് ഹദീസ് വായിച്ചില്ലേ. ഇനി പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ നിലപാട് നോക്കുകൊണ്ടു അപ്പോഴും ഉണ്ടാവും ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് വെക്കഞ്ഞ്. ഇമാം നവവി റഹ്മഹുല്ല പറഞ്ഞ ബഗലിൻ ഷമൂസ്ന, മോട്ട് കാണിക്കുന്ന കോവർ കഴുതൻ്റെ മാതിരി കാലടുപ്പിച്ച് വെക്കണോൻ്റെ കാലുമെന്ന് ഒരൊറ്റ വലിയാണെന്നാണ്. അങ്ങനത്തെ കോവർ കഴുതയുടെ പ്രകൃതം വരെ റസൂലുള്ളാഹിൻ്റെ ഹദീസുകളോട് സ്വീകരിക്കുന്നതിനെ വിമർശിച്ച പണ്ഡിതന്മാരുടെ പ്രയോഗങ്ങൾ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു ദീനിൻ്റെ ഒരു വെളിച്ചം തന്നിട്ടുണ്ട്. ഏതൊരു വിഷയത്തിലും അതിൻ്റെ പ്രമാണം ഒന്ന് കേൾക്കാൻ, പരിശോധിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പറയുന്നുണ്ടോ, ഖുർആനിക വചനം പറയുന്നുണ്ടോ എങ്കിൽ അയാൾ പറയുന്നതാണ് ശരി. ആ പറയുന്നത് പറഞ്ഞാൽ പാത്രം പോരാ, അത് മൻഹജു സലഫ് പ്രകാരം പറയുമ്പോൾ അവനാൻ്റെ വ്യാഖ്യാനത്തിനനുസരിച്ച് പറയാനും പറ്റൂല. അങ്ങനെയുണ്ട് ചില നിലപാടുകൾ. അവനാൻ സ്വയം ഖുർആനിനെ വ്യാഖ്യാനിക്കുക, അവനാൻ സ്വയം ഹദീസുകളെ വ്യാഖ്യാനിക്കുക, അത് പറ്റൂല. ഒരു കാലം ദുഷിക്കുന്ന കാലം വന്നു. ആ കാലത്ത് ആരാണോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് ജീവിപ്പിക്കുന്നത് അവർക്ക് 50 സ്വഹാബികൾക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂല് ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് ദീൻ അനുസരിച്ച് ജീവിക്കുക, മുറുകെ പിടിക്കുക എന്നത് ശ്രമകരമായ ഒരു കാലമായി വരും. ആ കാലത്ത് ആരാണോ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നത് അവർക്ക് 50 മിൻകുന്ന, നിങ്ങളിൽപ്പെട്ട 50 ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്നറിയോ, ഓരോ കാലഘട്ടത്തിലും ഓരോ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. പല ആളുകളും സുന്നത്തിനെ വലിച്ചെറിയാണ്. ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് അവർ മാറുകയാണ്. ആണുങ്ങളുടെ ഡ്രസ്സ് ധരിക്കരുത് എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ ഡ്രസ്സ് എന്നിട്ട് ധരിക്കുന്ന പെൺകുട്ടികളാണ്. ജീൻസും ഈ പറയുന്ന ടീഷർട്ട് ഇട്ടിട്ട് ആണുങ്ങളെപ്പോലെ വേഷം ധരിക്കുക, ആണുങ്ങളെപ്പോലെ മുടി വെട്ടുക, ആണുങ്ങളെപ്പോലെയുള്ള സമീപനങ്ങളും അവർ ആണുങ്ങളെപ്പോലെ ഈ പറയുന്ന പബ്ലിക്കിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു കാലത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ദീനനുസരിച്ച് നിൽക്കണം. അപ്പോൾ ആ ദീനിനാണ് മാറ്റിവെക്കുക. എന്നിട്ട് പറഞ്ഞതിന് നേരെ എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. അസ്വാബിറു അലാ ദീനിഹി എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഈ ഹദീസുകളോടുള്ള പ്രമത്തതയും ആ ഹദീസുകളെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇതിനെ തള്ളിക്കളയരുത്, അംഗീകരിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ ഹദീസുകളെയൊക്കെ ജീവിതത്തിൽ പുലർത്തണ്ടേ. ഒരു സുന്നത്ത് നിസ്കാരം ആരാ നിസ്കരിക്കേണ്ടത്? സുന്നത്തിനില്ലേ, ഞാൻ ഫർള് മാത്രമേ നിസ്കരിക്കുള്ളൂ എന്നാണ് ഒരു വിശ്വാസി എടുക്കേണ്ട സമീപനം. അയാൾ ആ സുന്നത്ത് നമസ്കാരവും സുന്നത്ത് നോമ്പുകളും അയാൾക്കില്ലേ. തിങ്കളാഴ്ച നോമ്പ് നോൽക്കാത്ത മനുഷ്യന്മാർ, വ്യാഴാഴ്ച നോമ്പ് നോൽക്കാത്തവർ, അയ്യാമുൽ ബീൾ അവരുടെ അജണ്ടയിലേ ഇല്ല. അതല്ലല്ലോ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുക. സുന്നത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തിനെ സ്നേഹിക്കും കൂടി വേണ്ടേ. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടണമെന്ന. ഇനി അതുമല്ല, അള്ളാഹുവിൻ്റെ വലിയ ഒരു ഓഫർ കാണാം. അത് നമ്മുടെയൊക്കെ ജീവൽ പ്രതിസന്ധിക്കുള്ള പരിഹാരം കൂടിയാണ്. അതായത് എപ്പോഴും ഞാൻ പോൺ സൈറ്റുകൾ കാണുന്നു, എപ്പോഴും ഞാൻ സിനിമ കാണുന്നു, എപ്പോഴും ഞാൻ റീൽസുകൾ കാണുന്നു, എപ്പോഴും ഞാൻ മ്യൂസിക് കേൾക്കുന്നു, എപ്പോഴും ഞാൻ ഈ പറയുന്ന വൃത്തികേടുകൾ ചെയ്യാൻ എൻ്റെ മനസ്സ് മോട്ടിവേറ്റഡ് ആവുന്നു എന്നൊരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ അയാൾ സുന്നത്തായ കർമ്മങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അയാൾ ശുദ്ധീകരിക്കപ്പെടും എന്നത് ഈ സുന്നത്തിന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മഹത്വമാണ്. അതായത് ഒരു വ്യക്തി സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായിട്ട് പറയാണ്, ഇദാ തഖറബ ഇലയ്യ അബ്ദി ബിൻ നവാഫിൽ. ഇത് ഖുദ്സിയായ ഹദീസാണ്. സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് എൻ്റെ അടിമ അടുത്താൽ അവൻ കാണുന്ന കണ്ണ് ഞാനായി മാറും, അവൻ കേൾക്കുന്ന കാത് ഞാനായി മാറും, അവൻ്റെ കൈകാലുകൾ ഞാനായി മാറും. ഇത് പറയുന്നത് അള്ളാഹുവാണ്. എന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ പൊരുള്? ആ ഹദീസിൻ്റെ ഷറഹ് വായിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തതല്ലാതെ പിന്നെ ആ കണ്ണുകൊണ്ട് ആ മനുഷ്യൻ കാണൂല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതല്ലാതെ പിന്നെ ആ കാതുകൊണ്ട് ആ മനുഷ്യൻ കേൾക്കൂല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതല്ലാതെ പിന്നെ ആ മനുഷ്യൻ്റെ കൈകാലുകൾ പ്രവർത്തിക്കൂല. അങ്ങനത്തെ ഒരു ആത്മീയമായ ഉയർച്ചയിലേക്ക് ഒരു വ്യക്തി എത്തിപ്പെടും ഈ സുന്നത്തായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുവർത്തിച്ചാൽ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കണ്ണ് നന്നായി കിട്ടാൻ, നമ്മുടെ കാത് നന്നായി കിട്ടാൻ, നമ്മുടെ പ്രവർത്തികളും നമ്മുടെ മനസ്സും നമുക്ക് നന്നായി കിട്ടാൻ ഈ സുന്നത്തുകളെ ജീവിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ്. ഇദാ തഖറബ ഇലയ്യ അബ്ദി ബിൻ നവാഫിൽ. നാഫിലത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തുകളായ കാര്യങ്ങളാണ്. അത് നോമ്പാവട്ടെ, അതേപോലെയുള്ള നമസ്കാരമാവട്ടെ. അതുകൊണ്ട് എന്നിലേക്ക് അടുത്താൽ അവർക്ക് ഈ പറയുന്ന ആത്മീയമായ പരിശുദ്ധി, പടച്ചറബിന് ഇഷ്ടപ്പെട്ടതേ പിന്നെ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതിസന്ധിക്കുള്ള പരിഹാരമായില്ലേ സഹോദരങ്ങളെ.
നിർവഹിച്ചു തുടങ്ങി നോക്കിയാലേ നമുക്കതിൻ്റെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം കിട്ടുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യം സുന്നത്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ മുജാഹിദായി എന്നൊരാളെക്കുറിച്ച് കേട്ടാൽ എന്തായിരിക്കും ആദ്യം തന്നെ അയാളുടെ ഐഡൻറ്റിഫൈ എന്താ? അയാളുടെ തുണി നെരിയാണിക്ക് മുകളിൽ പൊങ്ങിയിട്ടുണ്ടാവും, അയാളുടെ താടി രോമങ്ങൾ വളർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ താടി രോമങ്ങൾ മുജാഹിദായില്ലേ. പക്ഷെ ഇന്ന് എല്ലാവരും ഒന്നും ഞാൻ പറയല്ല, പക്ഷെ തിരിച്ചറിയാൻ പറ്റണില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സുന്നത്തിന് 24 മണിക്കൂറും കൂലിയിട്ടുന്ന സുന്നത്താണ്. ഉറങ്ങുമ്പോഴും കൂടി കൂലിയിട്ടുന്ന സുന്നത്താണത്. ഉറങ്ങുമ്പോൾ നമ്മൾ ആരെങ്കിലും അമൽ ചെയ്യുന്നത് അത്രമേൽ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഫു അൽ യഹൂദ വൻ നസ്വാറ, ജൂത ക്രിസ്ത്യാനികളിൽ നിന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കണം. ഖസ്വ ശവാരിബ്, മീശ വെട്ടി ചെറുതാക്കുകയും വഅർഹു അൽ-ലിഹ, നിങ്ങളുടെ താടി വളർത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരു സുന്നത്താണ്. ആ കൽപ്പനയാണ്. അതുകൊണ്ടാണ് അത് വടിക്കുന്നത് ഹറാം എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യാനുണ്ടായ കാരണം. അതുകൊണ്ട് ഓരോ സുന്നത്തുകളെയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. ഇപ്പോൾ വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുക ഒരു സുന്നത്താണ്. ആ സുന്നത്ത് എനിക്ക് കിട്ടണം, ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു. കാരണം നിങ്ങൾ വെള്ളം കുടിക്കുകയോ അതേപോലെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വലത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യണം. കാരണം ഇടത്തെ കൈ കൊണ്ടത് ആ പ്രവൃത്തി ചെയ്യുന്നത് പിശാച്ചാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതുകൊണ്ടേ വെള്ളം കുടിക്കുള്ളൂ, ഇതുകൊണ്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ, തീർന്ന്. അങ്ങനെയാണ് സുന്നത്തിനെ സ്നേഹിക്കേണ്ടത് ഏത് കാര്യത്തിൽ. എൻ്റെ റസൂൽ എന്ത് പറഞ്ഞു, സെലിബ്രിറ്റികൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, നടീനടന്മാർ എന്ത് കാണിച്ചു തരുന്നു എന്നുള്ളതല്ല, സ്ക്രീനിൽ എന്ത് തെളിയുന്നു എന്നുള്ളതല്ല നിലപാട്. എൻ്റെ പരലോകത്തിന് വേണ്ടി എൻ്റെ റസൂൽ എന്നെ പഠിപ്പിച്ചത് ഞാൻ ചെയ്യും. അത് എല്ലാ കാര്യത്തിലും. ഒരു ചെരുപ്പിടാണെങ്കിൽ പോലും ഞാൻ വലത് കാലിൻ്റെ ചെരുപ്പേ ആദ്യം ധരിക്കുള്ളൂ. ഒരു ഷർട്ട് ഇടാണെങ്കിൽ പോലും ഞാൻ എൻ്റെ വലത് കൈയിനെ ആദ്യം മുന്തിക്കും. ഊരി വെക്കുകയാണെങ്കിൽ ഞാൻ ഇടത് കാല് മുന്തിക്കും. ഓരോ സ്ഥലങ്ങളിലും നമുക്ക് വേണ്ട സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നെഞ്ചോട് ചേർക്കലും ഈ പറയുന്ന പ്രമാണത്തെ സ്നേഹിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മക്കുമുള്ള തൗഫീഖേകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് കാലഘട്ടം വന്നാലും പടച്ചവനെ ശരിയായ ദീനിനോട് ചേർന്ന് നിൽക്കാനുള്ള വിവേകവും ബുദ്ധിയും അറിവും ജ്ഞാനവും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. ഒരു വ്യതിയാനത്തിൻ്റെ കക്ഷികളുടെയും കൂട്ടത്തിൽ ചെന്നുപെടാത്ത വിധം ആദർശ നിലപാടിൽ കൃത്യതയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. പടച്ചവനെ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, മറ്റൊരു വിഭാഗങ്ങൾ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ സ്വർഗപുങ്കാവനത്തിലേക്ക് പോകുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തണമേ അല്ലാ. ഇതുപോലെയുള്ള വൈജ്ഞാനിക സദസ്സുകളിൽ വന്നിരുന്ന് ശരിയായ ദീനിനെ പഠിച്ച് മനസ്സിലാക്കി മുന്നേറാനുള്ള അറിവും തൗഫീഖും പ്രദാനം ചെയ്യണം റഹ്മാനെ. ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ മുസ്ലിമീങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി പലവിധ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അള്ളാഹുവേ, ആകാശ ലോകത്തു നിന്നുള്ള നിൻ്റെ സഹായം പാവങ്ങളായ മുസ്ലിം സമൂഹങ്ങൾക്ക് നീ ഇറക്കി കൊടുക്കണം റഹ്മാനെ.